അങ്ങനെയായിരുന്നു റിയൽ മേക്കിംഗ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോഴും ഞാൻ സിനിമ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഗ്രാഫിക്സ് ഇല്ലാതെ എങ്ങനെ സിനിമ എടുക്കാം, ഗ്രാഫിക്സിന് വേണ്ടി കാശിലാക്കാൻ കാശുണ്ടാവരുത് പ്രൊഡ്യൂസറുടെ അടുത്ത്, കാശുണ്ടാവില്ല. എൻ്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ പാവങ്ങളാണ്. അപ്പം അങ്ങനെ ചെയ്ത് പഠിച്ച് ഇപ്പോഴും അതുകൊണ്ട് അങ്ങനെ ശീലിച്ചു പോയിട്ടുണ്ട്. ഇപ്പോഴും കാശ് ചിലവാക്കാൻ തോന്നാറില്ല. ഒരു പ്രാവശ്യം അങ്ങനെ ഞാൻ ആദ്യ ഭാവം ചെയ്ത പിന്നെ പറഞ്ഞു അടുത്ത ഭാവം ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇലയൊക്കെ മറിച്ചിട്ട് ചന്ദ്രകുമാറിൻ്റെ വീട്ടിന് മുന്നിൽ ക്യൂ ആണ്. ഈ സിനിമ എത്ര ബഡ്ജറ്റ് തീർത്തു സാറ്? അത് ഞങ്ങൾ ഒരു 12 ലക്ഷം രൂപയോട് തീർത്തു. 2.25 കോടി രൂപയ്ക്ക് വിറ്റു. 2.25 കോടിക്ക് വിറ്റു. പടം നീ പറഞ്ഞ പോലെ നമ്മൾ കൊടുത്തപ്പോൾ ബൈബിൾ ആയതുകൊണ്ട് നാളെ പ്രശ്നങ്ങൾ വരരുതല്ലോ. കോൺട്രവേഴ്സി ഉണ്ടായിരുന്നിട്ട് 5 പള്ളിയിലച്ചന്മാരാണ് സെൻസർ ചെയ്യാൻ വന്നത്. സെൻസർ ബോർഡിൽ അവരുണ്ടായിരുന്നു. അവർ കണ്ടിട്ടില്ല നാളെ പ്രശ്നമാണ്. അതുകൊണ്ട് അവർ വന്ന് കണ്ടിട്ട് എഡ്യൂക്കേഷൻ മൂവിന്ന് സർട്ടിഫൈ ചെയ്തിട്ട് ഇറങ്ങിപ്പോയി. ഇവർ ഈ ഡയലോഗൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. മസാറൊക്കെ ഭയങ്കരമായിട്ട് മസാറ്, ഷീല, ജയഭാരതി അവരൊക്കെ ശ്രീവിദ്യയൊക്കെ അവർ 2 പ്രാവശ്യം വായിച്ച് കേട്ട് കഴിഞ്ഞാൽ അതിന് വായിക്കണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് പറയും. അന്നത്തെ കാലത്ത് മധുസാറുമായിട്ട് സാറ് ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായിരുന്നു ഞാനും മസാർ അടുക്കാൻ തന്നെ കാരണം മസാർ നല്ല ടെക്നീഷ്യനാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെയാണ്. അപ്പോൾ വന്നിട്ടുള്ള സമയത്തൊക്കെ സത്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ആദ്യമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കോടമ്പാത്തുകാരെ കാണുമ്പോൾ പുച്ഛമാണ്. ഇവിടെയൊക്കെ നടന്നിട്ട് എന്തൊക്കെയോ സ്റ്റുഡിയോയിൽ നിന്ന് എന്തൊക്കെയോ പഠിച്ചതല്ലേ, അങ്ങനെയാണ് അവർക്കൊക്കെ ധാരണ ഉണ്ടായിരുന്നത്. പിന്നീട് അവരൊക്കെ മനസ്സിലാക്കി അല്ല, ക്രാഫ്റ്റ് ഇവിടെ ഉണ്ട്. അവർ ക്രാഫ്റ്റ് പഠിച്ചിട്ടില്ല, അവർ തേര് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല. അതവർ മനസ്സിലാക്കിയത് ഞാൻ കണ്ടിട്ടുള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ഷൂട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗോൾഡ് മെഡൽ കിട്ടിയ ക്യാമറമാനും ഡയറക്ടറും വന്നു. ഞാൻ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായി. അപ്പോൾ അവർ വന്നു, ഷൂട്ടിംഗ് വെച്ചു. അപ്പോൾ സെറ്റാണ്. അപ്പോൾ അന്നൊക്കെ സെറ്റിൽ പറഞ്ഞാൽ ലൈറ്റ് ബോയ്സ് മുകളിലൊക്കെ കയറിയിരിക്കണം. അവിടെ ഇരുന്നു കൊണ്ടാണ് അവർ പാവങ്ങൾ രാവിലെ 9 മണിക്ക് കയറിയാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഇറങ്ങുള്ളൂ. അതുവരെ നമ്മളെ കാണുന്ന ഈ ടോപ്പ് ആംഗിളിലാണ് അവർ. നമ്മളെ തല മാത്രമേ കാണുള്ളൂ, മുഖം പോലും കാണില്ല. അവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരുന്നിട്ട് ലൈറ്റ് ചെയ്യുക, ആ ലൈറ്റ് മാറ്റ്, ഈ ലൈറ്റ് നെറ്റ് ഇടുന്നൊക്കെ ക്യാമറ പറയുമ്പോൾ ചെയ്യുക. അവിടെ ചുട്ടിട്ടിരിക്കാൻ പറ്റില്ല. അന്ന് AC ഒന്നും ഇല്ലല്ലോ അന്ന്. അതും ഒക്കെ 60 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരാണ്. അത്ര നരകമാണ് അന്നത്തെ മേക്കിംഗ്. സത്യം പറഞ്ഞാൽ നമുക്ക് അവരോടൊക്കെ സങ്കടമാണ്. ആ കാലഘട്ടത്തിൽ ഇവർ വന്നു, ഇവർ ഷോട്ട് ഡിവൈഡ് ചെയ്തിട്ടൊക്കെ വന്നു. ഇവരൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ സെറ്റ് എങ്ങനെയാണെന്നും സീൻ എങ്ങനെ വേണമെന്നും സിസ്റ്റമാറ്റിക് ഷോട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നത് അവർക്ക് എടുക്കണം. അവർക്ക് ഓർഡറിലെടുത്തേ പരിചയമുള്ളൂ. അപ്പോൾ എന്ത് പറ്റി, വന്നു ആദ്യം ലോങ് ഷോട്ട് എടുത്തു. ഓക്കെ പറഞ്ഞു, ഷോട്ട് ഓക്കെ പറഞ്ഞു. അടുത്ത ഷോട്ട് നമുക്ക് മിസ് ഷോട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു എന്ത് ചെയ്യണം, അല്ല ലൈറ്റൊക്കെ ഇറക്കിക്കോളൂ, അടുത്ത മിസ് ഷോട്ടാണ് പറഞ്ഞു. അവരൊക്കെ ഇറക്കി. മിസ് ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പറഞ്ഞു ഇനി നമുക്കൊരു ലോങ് ഷോട്ടാണ്, ലൈറ്റൊക്കെ മുകളിൽ പോട്ടെ വന്നു. അപ്പോൾ അവർ ഇത് ഞങ്ങൾ വയസ്സായ ആൾക്കാരാണ്, ഈ ലൈറ്റൊക്കെ ഇനി വീണ്ടും മുകളിൽ തൂക്കി കയറ്റാൻ പറ്റില്ല പറഞ്ഞു. അല്ല അടുത്ത ഷോട്ട് അതാണ് പറഞ്ഞു, കയറ്റി. 3 ഷോട്ട് കഴിഞ്ഞു. 4ാമത്തെ ഷോട്ട് വീണ്ടും പറഞ്ഞു വേറൊരു ക്ലോസ്. അപ്പോൾ അവർ ചൂടായി. ഇവർക്ക് സിനിമയൊന്നും എടുക്കാൻ അറിയില്ല. അതാണ് അവർ 100 സിനിമ കണ്ടവരാണ്. വലിയ വലിയ പഴയ ഡയറക്ടേഴ്സിന് മുഴുവൻ കണ്ടല്ലായിരിക്കും. അവർക്ക് നമ്മളെക്കാൾ നന്നായിട്ട് ഡയറക്ഷൻ അറിയും, ഫോട്ടോഗ്രാഫി അറിയും. കാരണം അവർ എത്ര കണ്ടിരിക്കണു. അതുകൊണ്ട് അവർ തറവായിട്ട് ഒരു ആക്ടറെ അഭിനയിക്കുമ്പോഴേ അവരവിടുന്ന് കൈ കാണിക്കും, ഇങ്ങനെ ഇത് ഓക്കെ ആവില്ല എന്ന് പറയും. അവർ അവിടുന്നേ പറയും. ഞങ്ങൾ നോക്കി അവർ നോക്കിയാൽ മനസ്സിലാക്കാം ഇത് പോക്കാണ്, നല്ല കാര്യം. അങ്ങനെ ഉള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു സാർ ഇതൊന്നും ശരിയാവില്ല, എങ്ങനെയൊന്നും പറ്റില്ല, ഇതൊന്നും ഇറക്കാനായിട്ട് കയറാൻ പറ്റില്ല, എന്തത് മെഷീനാണോ എന്നൊക്കെ ചോദിച്ചാൽ. അപ്പോൾ ഇവർ നെർവസായി. എൻ്റെ ചന്ദ്രൻ എന്താ ചെയ്യുക, അങ്ങനെ നമ്മൾ ഇങ്ങനെയല്ല, നിങ്ങൾ ലോങ് ഷോട്ട്സൊക്കെ എന്തൊക്കെയുണ്ടോ അത് സ്ക്രിപ്റ്റിൽ മാർക്ക് ചെയ്യുക, അതൊക്കെ ആദ്യം എടുക്കുക. പിന്നെ ക്ലോസപ്സ് ഉണ്ടോ അത് തനിയെ മാർക്ക് ചെയ്യുക, അത് എന്നിട്ട് വെഞ്ഞെടുക്കുക. അപ്പോൾ ലൈറ്റപ്പ് ചെയ്താൽ ആ ആംഗിളിൽ മുഴുവൻ തീർക്കുക. അങ്ങനെയാണ് ഇവിടെ കമേഴ്സ്യൽ സിനിമയ്ക്ക് പറ്റുള്ളൂ. മറ്റേ ഓർഡറിൽ എടുത്തു പോകാനുള്ള നമുക്ക് സമയമില്ല. ഒരു പ്രേമസിനെ പോലെ ഓർഡർ എടുക്കാൻ പോയാൽ ഒരു സിനിമ എടുക്കാൻ 1 കൊല്ലാവും. അത് പറ്റില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഫോട്ടോഗ്രാഫി വന്ന് കളർ പോലും ആയിട്ടില്ല. അപ്പോൾ പഠിക്കും, അത് കൺഫ്യൂഷൻ അല്ലേ. ഒരു കൺഫ്യൂഷൻ ഇല്ല, ഞാൻ നിന്നോളാം, ഞാൻ ചെയ്യാം. ചന്ദ്രന് ധൈര്യം ഉണ്ടോ കണ്ടിന്യൂറ്റി തെറ്റാതെ എടുക്കാൻ പറ്റുന്നത്? ഞാൻ എടുക്കാൻ പറ്റും. ആക്ഷൻ കണ്ടിന്യൂറ്റി തെറ്റാതെ, ആംഗിൾ തെറ്റാതെ എടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ ഷോട്ട് വേണമെന്ന് മാത്രം പറഞ്ഞോളൂ. ലോങ് അങ്ങനെ
അന്ന് തൊട്ടിട്ട് നമ്മൾ ഇവരുടെ കൂടെ നിൽക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് മധുസാറും വരുന്നത്. ഞാൻ മധുസാറ് കാണുന്നത് വിദ്യാർത്ഥികളെ ഇതിലെ ജോൺ അബ്രഹാമിൻ്റെ ഒരു പടം, രാമേന്ദ്രബാബു ക്യാമറമാൻ, അതൊക്കെ മദ്രാസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മധുസാറിനെ കാണുന്നത് ഉമ്മാച്ചൂലാണ്. എന്നാൽ ആ പടങ്ങളിൽ കൂടെയാണ് മധുസാർ അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ മധുസാർ അവരുടെ കൂടെയുള്ള ആളാണ്. അങ്ങനെയൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ പലപ്പോഴും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മധുസാറത്തെ സീരിയസ് എടുക്കില്ല. കാരണം അവർക്ക് അതിനേക്കാൾ അറിയാം, അവരൊക്കെ പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അറിയാം, ചെയ്തോളാം എന്നൊക്കെ പറയുള്ളൂ. നമ്മൾ പറഞ്ഞ മുഴുവൻ കേൾക്കാൻ പോലും ചിലപ്പോൾ താല്പര്യം കാണിച്ചു തരും. ചിലപ്പോൾ അദ്ദേഹം ആ ക്യാരക്ടറിൽ ഇൻവോൾവ് ആയി നിൽക്കായിരിക്കാം. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും പോയിട്ട് പറഞ്ഞാൽ ശരി ശരി എന്നൊക്കെ പറയും. നമുക്ക് എന്തിങ്ങനെ പറയണത് എന്നിട്ട് നമ്മൾ മാറിപ്പോവാറുള്ളൂ. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചില തർക്കങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ, രണ്ടാമത്തെ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആദ്യത്തെ സിനിമ മനസ്സൊരുമയിൽ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, സെക്കൻഡ് ജലതരംഗം. അപ്പോൾ അതൊരു സീരിയസ് സബ്ജക്റ്റാണ്. ആദ്യത്തെ കോമഡി ആയിരുന്നു. ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് ചോദിച്ചൊരു സീരിയസ് സബ്ജക്റ്റ് പ്ലാൻ ചെയ്ത സമയത്ത് എനിക്കതിൽ ബാസാർ വേണം, ഷീല വേണം, മസാർ വേണം. ഡോക്ടർ ഭാഷൻ തന്നെ പ്രൊഡ്യൂസ്, നമ്മൾ ഇവർ 3 പേരും കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്താ ചന്ദ്രൻ നമുക്ക് ഡേറ്റ് വാങ്ങിക്കാം. അങ്ങനെ മസാർ കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു. ഷീല ഓക്കെ പറഞ്ഞു, അടൂർബാസി ഓക്കെ പറഞ്ഞു. ഷൂട്ടിംഗ് വെച്ചു. ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ്. മസാർ ഒന്നും ഉച്ചയ്ക്ക് 12 മണിയാവും എണീക്കുമ്പോൾ, നമുക്കറിയാവുന്നതാണ്. മസാർ എപ്പോഴും എൻ്റെ ഷൂട്ടിംഗ് ഉച്ച ശേഷം വെച്ചാൽ മതി പറയും. ഞാൻ രാവിലെ വരില്ല, നിങ്ങൾക്ക് രാത്രി വേണമെങ്കിൽ എന്നെ എത്ര നേരം വേണമെങ്കിൽ നിർത്താം, പകരം കോമ്പൻസേറ്റ് ചെയ്യാം, രാവിലെ വരില്ല പറയും. അത് ഇൻഡസ്ട്രിക്ക് അറിയാവുന്നതുകൊണ്ട് എല്ലാവരും അങ്ങനെ പ്ലാൻ ചെയ്യാറുള്ളൂ. അങ്ങനെ ഞാനും ഉച്ചയ്ക്ക് ഷൂട്ടിംഗ് വെച്ചു, തുടങ്ങി. ഷീല വന്നു, ഷീലയുടെ കുറേ ഷോർട്സ് എടുത്തു, ബാസേട്ടൻ്റെ ഷോർട്സ് എടുത്തു. അങ്ങനെ മധുസാറും ഷീലയും കൂടിയിട്ടുള്ളൊരു സജഷൻ ഷോട്ട് വെച്ചു. ഷീല സുഖമില്ല എന്ന് പറയണതും നിനക്കൊന്നും സംഭവിക്കില്ല പറഞ്ഞ് പൊട്ടിക്കരുന്നു. അപ്പോൾ മധുസാറ് അന്ന് തീക്കാനിലൊക്കെ സൂപ്പർ ഹിറ്റായി പീക്കിൽ നിൽക്കുകയാണ്. അത് രാത്രി എവിടെ പോയിട്ട് ഒരു നല്ല വർക്കൊക്കെ കഴിഞ്ഞ് രാത്രി 2 മണി 3 മണി വർക്ക് വെച്ചിട്ട് ഇന്ന് വരാൻ താല്പര്യമില്ല, എന്നോട് കമ്മിറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഷൂട്ടിങ്ങിന് വന്നതാണ്. കണ്ണിലൊക്കെ ഭയങ്കര ഉറക്കച്ചടവും ഒക്കെ ഉണ്ട്. വന്നിട്ട് ഷോട്ട് എടുക്കുമ്പോൾ സാർ ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഇതായിട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷീല എൻ്റെ ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു. അപ്പോൾ അത് ചെയ്യുന്നത് വളരെ കൂടുതലാണോ എന്ന് തോന്നിപ്പോയി. ഞാൻ സോറി സാർ, നമുക്ക് ഒരിക്കൽ കൂടി എടുക്കാം. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ആരും പറയില്ല. മസാറെ ഷോട്ട് എടുത്താൽ എല്ലാവരും ഓക്കെ എന്നാ പറയാറ്. ഇൻഡസ്ട്രിയിൽ മസാറ മൊത്തം കിട്ടണം പലപ്പോഴും ആരും നോ 1 more എന്ന് പറയാൻ തരില്ല. എനിക്ക് ഇത്രയെങ്കിലും പ്രായമായിട്ടുള്ളൂ, അന്ന് 20 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വെറുതെങ്കിലും സോറി സാർ ഒരിക്കൽ കൂടി എടുക്കാറുണ്ട്. എന്താ പ്രശ്നം? ഞാൻ അത്ര വേണ്ട, കുറച്ച് ചുരുക്കി ചെയ്താൽ മതി. വീണ്ടും ചെയ്തു, അപ്പോഴും ശരിയാവുന്നില്ല. ഞാൻ സോറി സാർ, എന്താ പ്രശ്നം എന്ന് കുറച്ച് ഉറക്കെ പറഞ്ഞു. സാറ് അല്ല ഒന്നുമില്ല സാർ, ഒരു കാര്യം സംസാരിക്കുന്നു. പറയൂ എന്ന് പറഞ്ഞു. ടോൺ മാറി. അപ്പോൾ എല്ലാവരും സീരിയസ് ആയി ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ സത്യനാണ് എൻ്റെ കൂടെ. ചന്ദ്ര സത്യം പറഞ്ഞു, ചന്ദ്ര സംസാരിക്കാൻ പോകണ്ട, ഞാനില്ല, 1 മിനിറ്റ് സത്യം പറഞ്ഞു. നമ്മൾ സാർ ഒരു കാര്യം പറഞ്ഞു, ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കാൻ വെച്ചു. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലോറാണ്, അതിൻ്റെ ആ ഭാഗത്ത് ഇരുട്ടാണ്, അവിടെ ആരുമില്ല. അവിടെ ഒരു റൂമിൻ്റെ ഒരു ഇതുണ്ട്. അപ്പുറത്തേക്ക് ഞാൻ പോയി. മസാർ വന്നു, ഭയങ്കര സീരിയസ് ആയിട്ടാണ് വരുന്നത്. മസാറിനെ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കാൻ വിളിക്കുകയാണ്. കത്തി നിൽക്കുന്ന ഡയറക്ടറാണ്. വന്നോടെ തന്നെ ഇങ്ങനെ കയ്യിൽ നിന്ന് ഒരു ബീഡി എടുത്തു, ഈ കയ്യിൽ നിന്ന് തീപ്പെട്ടി എടുത്തു, കൊടുത്തി. ഞാൻ ഇത്ര പൊക്കും, മസാർ ഇത്ര പൊക്കുണ്ട്. പറയൂ. സാർ ഞാൻ പറഞ്ഞു, ഇതെൻ്റെ സെക്കൻഡ് പിക്ചറാണ്, എനിക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യമാണ്. വലിയൊരു ആക്ടറാണ്, ഹീറോയിനും വലിയൊരു ആക്ട്രസ്സാണ് ഷീല, അടൂർബാസി, എല്ലാവരും KP ലളിത, കുതിരട്ടം പപ്പു, എല്ലാം നല്ല ആക്ടേഴ്സാണ്. ഈ പടം എനിക്ക് പടം ഓടിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. ഇത് ഓടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കും കഴിവില്ല എന്ന് ആരും പറയില്ല. ചന്ദ്രകുമാറിന് നല്ലൊരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ട് നശിപ്പിച്ചു എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നിർബന്ധം, രണ്ടാമത്തെ പടം കൂടെ അതെ നിർബന്ധം പിടിക്കുന്നത്. എൻ്റെ ഒരു ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ആവേണ്ട പടമായിരിക്കും അത്. അതുകൊണ്ട് എനിക്ക് ഇത് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ പോലെ എടുക്കണം. സാർ എൻ്റെ കൂടെ നിന്ന് തരണം പ്ലീസ്. സാർ വേറെ വിഷമമൊന്നും തോന്നരുത് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കി. ഇത് ഈ പടം ഓടിയില്ലെങ്കിൽ ഞാൻ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകും, സാറൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എനിക്കിത് ഔട്ടാവാൻ ആഗ്രഹമില്ല, എനിക്ക് ഇവിടെ പിടിച്ച് നിൽക്കണം എന്ന് വാശിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 1 മിനിറ്റ് നോക്കിയിട്ട് പറഞ്ഞു, വണ്ടി ഉണ്ടോ ഇവിടെ? ഭയങ്കര സീരിയസ് ആയിട്ട് ചോദിച്ചു. ഞാൻ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. എവിടെ ചോദിച്ചു? അവിടെ നിൽക്കണ്ട് പറഞ്ഞു. കയറി ഒറ്റ പോക്കാണ്, ഒന്നും പറയാതെ. അപ്പോൾ അത് ഷീല കണ്ടു, അടൂർബാസി കണ്ടു,
ബാസ്ചേട്ടൻ കളിയാക്കണു, ആ കണ്ണമ്മൂല മാധവൻ ഇടഞ്ഞു, ഇനി നോക്കണ്ട. രണ്ട് സിനിമയിൽ രണ്ട് ആനകളാണെന്നാ പറയാ, തിരുമൂലപുരം സോമനും കണ്ണമ്മൂലം മാധവനും. അത് രണ്ടുപേരെ അങ്ങനെ പറയാ. അവർ രണ്ടുപേരോട് ആരും കൂടുതൽ സംസാരിക്കില്ല, ഭയങ്കര സീരിയസ് ആയിട്ട് എല്ലാവരും. എന്നാ മനസ്സുകൊണ്ട് പാവാണ് ഇവർ രണ്ടുപേരും. പക്ഷെ അപ്പിയറൻസിലും അവർ സംസാരിക്കുന്ന രീതിയും കേട്ടാ നമ്മൾ പേടിച്ചു പോകും. ഞാൻ പറഞ്ഞു പോയി, ശരി ചന്ദ്രൻ എന്തായി കാണിച്ചതെന്നൊക്കെ പറഞ്ഞു. അല്ല ഞാൻ കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? എൻ്റെ മനസ്സിൽ തോന്നി പറഞ്ഞു. ആസ് എ ഡയറക്ടർ ഞാനൊരു കൊച്ചു പയ്യനാണ്, എനിക്ക് കിട്ടുന്ന ഗോൾഡൻ ചാൻസ് ആണ്. അത് സാറ് ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല, ഞാൻ പറഞ്ഞു, എനിക്ക് തൃപ്തി പോലെ ചെയ്യണം പറഞ്ഞു. അപ്പോൾ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. വണ്ടി ഉണ്ടോ വെച്ച് കയറുമ്പോൾ അവന് വരില്ല, നോക്കണ്ടെന്നായി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ? ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാം, നോക്കട്ടെ, നമുക്ക് വേറെ ആരെങ്കിലും ഇട്ടാലോ, നസീർ സാറിനെ വിളിച്ചാലോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ നസീർ സാറിനെ വിളിക്കുക, പ്രശ്നമില്ല, പക്ഷേ ഈ കഥ മധുസാറിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഇത് ചെയ്യാണെങ്കിൽ എനിക്ക് മധുസാറിന് വേണം. നസീർ സാറിന് നമുക്ക് വേറെ കഥ അന്വേഷിക്കാം, ഈ കഥ പറ്റില്ല, ഇത് മധുസാറിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഷീലാമ സ്ഥാനത്ത് വേറെ ആൾ വന്നാലും ഞാൻ ചെയ്യില്ല, ഷീലാമ തന്നെ വേണം. അപ്പം അതെന്ത് വിചാരിക്കണം? അതുപോലെ തന്നെ എനിക്ക് മധുസാറും നിനക്ക് പ്രാന്താണ്, നീ കുട്ടിയാണ്, നിനക്ക് വാശിയാണ്. അവർക്കൊക്കെ എന്നെ ചീത്ത പറയാനുള്ള അധികാരമുണ്ട്. കാരണം അവരൊക്കെ ചെവിക്ക് പിടിച്ച് നടന്നിട്ടുള്ളതാണ്. കുട്ടിക്കാലത്ത് 14 വയസ്സിൽ കാണുന്നതല്ലേ. അവ അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊന്നുമല്ല, ഞാൻ പറയുന്നതാണ് ശരി, ശരിയമ്മ നിനക്ക് വാശിയാണ്, പോടാന്നൊക്കെ പഠിച്ചു. ഇപ്പം എന്ത് ചെയ്യണോ? ഞാൻ ഷൂട്ടിങ് നിർത്തുന്നു, എന്നിട്ട് നാളെ വെക്കും. നാളെ വെച്ചാ നാളെ വരും സാറ്, എൻ്റെ വിശ്വാസം അങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പോയി. ബാസാറൊക്കെ ചിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്നെ കളിയാക്കിയിട്ട് പോയി. അപ്പോൾ ഞാൻ ബാലേട്ടനെ പ്രൊഡ്യൂസർ ഡോക്ടർ ഭാഷ ബാലേട്ടൻ പറഞ്ഞു, ബാലേട്ട ഐ എം സോറി, നമുക്കിന്നൊരു 10,000 റുപ്യ നഷ്ടം വന്നിട്ടുണ്ടാവും, ഞാൻ കാരണമാണ്. പക്ഷെ ബാലേട്ട ഈ പടം ഇങ്ങനെ ചെയ്തിട്ട് ഫുള്ളായിട്ട് നഷ്ടം വരുന്നതിനേക്കാൾ നല്ലത് ഇത് നന്നാക്കി ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു ദിവസം നഷ്ടം ഞാൻ കാരണമാണെന്ന് വിചാരിച്ചിട്ട് ബാലേട്ടൻ ക്ഷമിക്കുക. പറഞ്ഞു ഒരിക്കലല്ല, നീ ചെയ്താണ് ശരി, നീ ഈ പടം പെർഫെക്റ്റായി എടുക്കുന്നവരെ നീ എത്ര റീഷൂട്ട് ആയാലും ഞാൻ ചോദിക്കില്ല, എൻ്റെ ഇഷ്ടം, നമുക്ക് പോവാം, നീ ടെൻഷനാവണ്ട, ബാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൊണ്ടുപോയി. കാറിൽ കൂട്ടിയിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയി. എനിക്കും സത്യനും ആഹാരമൊക്കെ തന്ന് അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത്, ഇതാണ് ഒരു ഡയറക്ടർ എന്ന് എൻ്റെ ഗുരുക്കന്മാരൻ എന്നെ പഠിപ്പിച്ചവരാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പോലും നിനക്ക് ചെയ്യാൻ പറ്റും, നീ ബോൾഡാണ്, നിനക്ക് കാര്യം പറയാൻ അറിയാം, നീ പ്രാരാബ്ധത്തിനെ കുറിച്ചും ചിന്തിക്കില്ല, നിനക്ക് എന്ത് മുഖത്തേക്ക് പറയാം അത് നീ ചെയ്തോ, നീ ചെയ്യുന്നതാണ് ശരി എന്ന് പറഞ്ഞു. ആ കിട്ടിയ ധൈര്യമാണ് പിന്നെ അങ്ങനെ നമ്മൾ അവിടുന്ന് പോയത്. പിന്നെ തിരിച്ചു വന്നു. പിറ്റേന്ന് മാസാർ വന്നു, സെറ്റിൽ വന്നപ്പോൾ ആരും വരില്ല പറഞ്ഞു. 3:30 മണി വരെ വന്നില്ല. 10 മണിക്ക് കാർ അയച്ചു. 3:30 മണിക്ക് അപ്പോൾ ഷീല വന്നു. വീണ്ടും ഞാൻ ഷൂട്ടിങ് തുടങ്ങി. ഷീല എന്തിനകത്ത് എടുത്ത് കൂട്ടുന്നു, ഫിലിം വേസ്റ്റ് ആവില്ലേ? ഞാൻ വേസ്റ്റ് ഒന്നുമില്ല, നമുക്ക് പ്ലാൻ ചെയ്യാം, എന്താ ടെൻഷൻ ആവണേ, എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ആരെ പറഞ്ഞു, മാസാർ വന്നിട്ടുണ്ട് പറഞ്ഞു. മാസാർ വന്നു, ബില്ല് വന്നു. ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല പേടിച്ചിട്ട്. മാസാർ സെക്കൻഡ് ആയപ്പോൾ മിസ്റ്റർ ചന്ദ്രൻ, ഞാൻ ഹലോ സാർ, ഇവിടെ ഞാൻ റെഡിയാണ് സാർ, തുടങ്ങാം സാർ. അല്ല എനിക്ക് സംസാരിക്കണം. പറയൂ സാർ, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോഴും പറ്റി എന്താണ് അല്ല ഇനി വയറ് നിറച്ച് കിട്ടാനാണോ? അവിടെ പോയി ഇതുപോലെ വീണ്ടും വീഡിയോ എടുത്തു, കൊടുത്തി, ഇതേപോലെ 2 പ്രാവശ്യം മരിച്ചു. മലയാള സിനിമയിൽ തന്തയ്ക്ക് പറഞ്ഞവന്മാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചെയ്ത് തെറ്റാണ്, മുഖത്ത് നോക്കി തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച ആൺകുട്ടിയാണ്. വെരി ഗുഡ്. ചന്ദ്രൻ്റെ സിനിമയിൽ ഞാൻ ഇങ്ങനെ തന്നെ വരും, ചന്ദ്രൻ പറയുന്ന പോലെ ചെയ്യും. മറ്റാരും എന്നോട് പറയാറില്ല, ഞാൻ ചെയ്ത് മോശമാണെങ്കിലും കൊള്ളാം നന്നായിട്ടുണ്ട് സാർ എന്നാ പറയാറ്. അവർക്ക് ഞാൻ നന്നാവണമെന്നും ചീത്തയാവണമെന്നൊന്നും ആഗ്രഹമില്ല, അവർക്ക് അവരുടെ പണി നടന്നാൽ മതി. ചന്ദ്രൻ അങ്ങനെയല്ല, ചന്ദ്രൻ നന്നാവണമെന്നും ഈ സിനിമ നന്നാവണമെന്നും ആഗ്രഹമുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്, നമുക്ക് ജോലി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രി കൂടെ ആലോചിച്ചു. ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു, ഒരാളുടെ ജീവിതം ഞാൻ കാരണം നഷ്ടപ്പെട്ടു പോയില്ലെന്ന്. അത് ആവരുത്, സംഭവിക്കരുത് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. റെഡി എന്നിട്ട് വന്നു. പിന്നെ അന്നോട്ട് തുടങ്ങിയപ്പോൾ ആദ്യം 1-2 ഷോട്ടൊക്കെ എടുത്തു. അത് ഒരു ടേക്ക് എടുത്തു, അതേ ഷോട്ട് തന്നെ വീണ്ടും വെച്ചു. ഒരു ടേക്കിൽ തന്നെ എടുത്തപ്പോൾ ഞാൻ ഓക്കെ പറയുമ്പോൾ ഓക്കെ അല്ലെങ്കിൽ ഒരിക്കൽ കൂടി എടുക്കണം എന്ന മനസ്സിലായി പറഞ്ഞു. ഞാൻ ഇല്ല സാർ ഓക്കെയാണ്, പെർഫെക്റ്റ്. അങ്ങനെ ചെയ്തു. അങ്ങനെ 1-2 ഷോട്ട് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ഷോട്ട് വെച്ച സമയത്ത് അത് ഒരു ക്ലോസിൽ മാസ്റ്റർ ഇങ്ങനെ പറയുന്നതാണ്, നീ ഉണ്ടല്ലോ, നീ പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ട് പറയാം. അത് ചന്ദ്രൻ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ക്ലോസിൽ പറയുമ്പോൾ ഓഡിയൻസിനെ നോക്കി പറയുന്ന പോലെ ഉണ്ട്. ഷീല കൂടി സജഷനിലുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊരു സജഷൻ പറഞ്ഞു. ഇറ്റ്സ് എ ഗ്രേറ്റ് ഡയറക്ടർ, എല്ലാം അറിയാം. ഞാൻ ഒരു സെക്കൻഡ് നോക്കിയിട്ട് പറഞ്ഞു കറക്റ്റാണ് പറഞ്ഞത്, ഷോട്ട് മാറ്റി വയ്ക്കാം, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ ഷീലയും കൂടി ഇരുത്തിയിട്ട് ഷോട്ട് ചെയ്തു. ഞാൻ നല്ല സജഷനായിരുന്നു സാർ, വെരി ഗുഡ് എന്ന് പറഞ്ഞു. അത് ഈ വേറൊരു ഷോട്ട് വെച്ചപ്പോൾ ഞാൻ ട്രോളി ഇട്ടു.
ട്രോളി ഇട്ടപ്പോൾ അന്നൊക്കെ അരുണാചലം സ്റ്റുഡിയോ പറഞ്ഞ സ്റ്റുഡിയോയിലെ ട്രോളിയൊക്കെ കാളവണ്ടി പോലെയാണ് പോകുന്നത്. അപ്പോൾ ക്യാമറയൊക്കെ ഇങ്ങനെ ആടിയൊക്കെ പോകുമ്പോൾ അത് 3 ടേക്ക് എടുത്തും ശരിയാണല്ലോ, ഫിലിം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ആനന്ദക്കുട്ടനാണ് ക്യാമറമാൻ. ഞാൻ പറഞ്ഞു, കുട്ടാ ശരിയാവില്ലടാ, ഇങ്ങനെ നേരത്തെ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. മാസ്റ്റർ എന്താ ചന്ദ്ര പ്രശ്നം ചോദിച്ചു. മാസ്റ്റർ അഭിനയിച്ചുകൊണ്ടിരിക്കണം. സാർ ഇത് ശരിയാവുന്നില്ല, ഭയങ്കര ജർക്ക് വരുന്നു, അതുകൊണ്ട് കെട്ടിയാണ്. എന്നാൽ ട്രോളി മാറ്റി വെച്ചിട്ട് സൂം ഇട്ടിട്ട് എടുത്തൂടെ എന്ന് മാസ്റ്റർ ഒരു സജഷൻ പറഞ്ഞു. അത് ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്താ ശരിയാവാത്ത ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സോറി സാർ. അടുത്തേക്ക് ചെന്നു. സാർ ക്യാമറ പറഞ്ഞ കാഴ്ചക്കാരനാണല്ലോ, പ്രേക്ഷകനാണല്ലോ. അപ്പോൾ ഈ ഷോട്ടിൽ ആ പറയുന്ന ഞെട്ടൽ കേട്ടിട്ട് തിയേറ്ററിലിരിക്കുന്ന ഓഡിയൻസ് എന്ന് പോകണം. അതാണ് ക്യാമറ പോണത്. സൂം ചെയ്യുമ്പോൾ പ്രേക്ഷകൻ ഇങ്ങനെ തന്നെ ഇരിക്കുന്നേ ഉള്ളൂ. ക്യാരക്ടേഴ്സിനെ സൂം ചെയ്ത് അടുത്തേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. വൈഡിലിരിക്കുന്ന ക്യാരക്ടറിനെ സൂം ചെയ്യുമ്പോൾ അതിങ്ങോട്ട് വരുന്നേ ഉള്ളൂ. പ്രേക്ഷകൻ പോകുന്നില്ല. പ്രേക്ഷകൻ അവിടെ തന്നെ എനിക്കിതെല്ലാം വേണ്ട, അതാണെന്ന് പറഞ്ഞു. പ്രേക്ഷകൻ അങ്ങോട്ട് പോകണം, അവൻ ഞെട്ടണം. അവരുടെ പുള്ളി വർഷം ഇതൊക്കെ ആലോചിച്ചിട്ടാണോ എന്തിനെല്ലാം ഷൂട്ട് ചെയ്യുന്നത് ചോദിച്ചു. എന്നും അങ്ങനെ തന്നെ പറഞ്ഞു. എൻ്റെ ഗുരുക്കന്മാർ പഠിപ്പിച്ചത് അങ്ങനെയാണ് പറഞ്ഞു. ഞാൻ മാസാറോട് അതൊരു അസിസ്റ്റന്റ് ഡയറക്ടറൊന്നും വർക്കിയിട്ടില്ല. എല്ലാവരും വിചാരിച്ചാൽ ഞാൻ മാസാർ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു എന്നാണ്. ഒരിക്കലും മാസാറോട് അസിസ്റ്റന്റ് ഡയറക്ടർ. അതിന് ശേഷമാണ് ഞാൻ മാസാറോട് അസിസ്റ്റന്റ് ഡയറക്ടറായത്, കുറേ പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത ശേഷം. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ ചോദിച്ചു. അതേ പറഞ്ഞു. വെരി ഗുഡ്. പലപ്പോഴും ഞാൻ പോലും അതൊന്നും ചിന്തിക്കാറില്ല. ഇതൊക്കെ അറിയാമെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും ചിന്തിക്കാൻ സമയം കിട്ടാറില്ല. ട്രോളി ചേർക്കുമെന്ന് അപ്പോട്ടെ സൂം ഇട്ടെടുക്കാമെന്ന് പറയുന്ന കൂട്ടത്തിലായിരുന്നു. ചന്ദ്രൻ ഇത്രത്തോളം ചിന്തിക്കുന്നു പറയുമ്പോൾ ഞാൻ സാറിനോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കോമൺ ചോദ്യമാണ്, എന്നാലും ഞാൻ ആദിഭാവത്തെ പറ്റി ചോദിക്കട്ടെ. അല്ല സാർ, എനിക്കൊന്ന് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട കഥ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതിന് യൂസ് സർട്ടിഫിക്കറ്റ് വരെ കിട്ടിയ ഒരു പടമാണ് എന്നുള്ള വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നീട് അതേ സർട്ടിഫിക്കറ്റിലേക്ക് എങ്ങനെ അത് സത്യത്തിൽ ഞാനത് സിനിമ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് എതിർത്തു. നീ ഇത്രയും നല്ല സിനിമകൾ ചെയ്തിട്ട്. സാർ ഒരുപാട് വലിയ സിനിമകൾ ചെയ്ത് അതിനു മുമ്പ് എത്രയോ പടങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അനിയനെ തന്നെ വെച്ച് ചെയ്യും. അനിയനല്ല അത് അല്ലേ? സുകുമാറാണെന്ന് പറയും. സുഖമല്ല, അതൊരു തമിഴ് ആളാണ്. ആണല്ലേ? വിമൽ രാജ് എന്നാണ് പേര്. എൻ്റെ പേര് അതാ. പേരാണല്ലേ? നിങ്ങളല്ല. വിമൽരാജ് കുറച്ചുകൂടി ബോഡി ബിൽഡറാണ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇന്ത്യൻ റേവിലുള്ള ഒരു ബോഡി ബിൽഡറാണ്. ഇന്നും സുമാർ സാറാന്നല്ലേ എല്ലാവരും പലരും പറയാറുണ്ട്. എൻ്റെ അടുത്ത് ചോദിക്കും, അനിയൻ എത്ര ധൈര്യമായിട്ട് ബോൾഡായിട്ട് ചെയ്തല്ലേ എന്ന്. അത് സുഖമല്ല, അന്ന് സുഖം എൻ്റെ അസിസ്റ്റന്റ് ക്യാമറമാനാണ്. അതിന് ആണല്ലേ? അന്ന് പഠിക്കാൻ വരുന്ന കുട്ടിയാണ് സുഖു. ഫോട്ടോഗ്രാഫി പഠിക്കാൻ വരുന്ന കുട്ടിയാണ്. പിന്നെ അതെങ്ങനെയാ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പറഞ്ഞത്? അല്ല, അവനും സുഖുനും ഒരേ മുഖച്ചായുണ്ട്. രണ്ട് സുഖവും ബോഡി ബിൽഡറായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ തെറ്റിദ്ധരിച്ചു ചന്ദ്രകുമാർ സ്വന്തം അനിയൻ തന്നെ വെച്ചെടുത്തിരുന്നത്. അങ്ങനെ പറ്റിയത്. അങ്ങനെ പറഞ്ഞു. ഞാൻ മദ്രാസിലെത്തി. അപ്പോൾ ഞാൻ ഇന്നും എല്ലാപ്പോഴും പറയാറുണ്ട്, ഓരോ ഇൻ്റർവ്യൂവിലും പറയുന്നു, റിപ്പീറ്റ് പറഞ്ഞു. ഇപ്പോഴും പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരു നിമിത്തം പോലെ എന്നും എൻ്റെ കൂടെ മധുസാറുണ്ടായിരുന്നു. അത് പറയുമ്പോഴൊക്കെ എൻ്റെ തൊണ്ട ഇടറാറുണ്ട്. എനിക്കെന്നെ അറിയില്ല. അതിന് കാരണം, ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ ഏട്ടൻ ഡയറക്റ്റ് ചെയ്തിട്ട് CL ജോസിൻ്റെ വിഷക്കാറ്റ് പറഞ്ഞൊരു നാടകം കൊല്ലംകോട് അവിടുത്തെ വായനശാല നടത്തുകയാണ്. അപ്പോൾ അവിടെ എവിടെയോ ഷൂട്ടിങ്ങിന് വന്ന മധുസാറാണ് ആ നാടകം ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. അന്ന് 8 വയസ്സുള്ളപ്പോൾ, എനിക്ക് 8 വയസ്സുള്ളപ്പോൾ അതിൽ കുട്ടിയായിട്ട് അഭിനയിക്കുമ്പോൾ മധുസാർ, അന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായി കണ്ട നടൻ മധുസാറാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഞാൻ അടുത്ത് പോയി നിന്നിട്ട് ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ട്. 8 വയസ്സുള്ള സിനിമ നടനെ കാണുന്നതല്ലേ. അപ്പം നല്ല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ചെറിയ ചെറിയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. മധുസാർ ആക്ടറാണെന്നറിയാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ കാണാറുണ്ടല്ലോ. നഗരമേ നന്ദി, അങ്ങനെ കുറേ സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മധുസാർ ആക്ടറാണെന്ന് അറിയാം. നമുക്ക് ആഗ്രഹമുണ്ട്. സിനിമകൾ കുട്ടിക്കാലത്ത് 5 വയസ്സ് തൊട്ടേ കാണും. കാരണം ഈ തമിഴ്നാട് ബോർഡറാണല്ലോ കൊല്ലംകോട്. അവിടെ സിനിമാ തിയേറ്റർ 2 ഉണ്ട്. വൈകുന്നേരം 6 മണിയാകുമ്പോൾ പാട്ട് ഇങ്ങനെ കേൾക്കാം. KP സുന്ദരാമ്പാളുടെ പാട്ട് കേൾക്കാം. അപ്പോൾ തുടങ്ങി സിനിമ തുടങ്ങാൻ പോകുന്നത്. പിന്നെ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ പോട്ടെ വെച്ചാൽ പോയിക്കോന്ന് പറയും. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് വരും. അച്ഛന് വൈകുന്നേരം ഫിറ്റ് ആവുന്നുണ്ട്. മക്കളൊക്കെ ഹാപ്പി ആയിട്ട് പറഞ്ഞു സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ തൊട്ട് നോക്കി വെച്ചിട്ട് പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും മധുസാറിനെ എൻ്റെ ജീവിതത്തിൽ കാണുന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ മദ്രാസിൽ പോയി ഇറങ്ങിയിട്ട് സിനിമയിലേക്ക് പറഞ്ഞ് പോയി ഇറങ്ങുന്ന ദിവസം ഇറങ്ങുമ്പോഴാണ് അറിയുന്നത് അവിടെ മധുസാർ സംവിധായകനായിട്ട് പ്രിയ എന്ന് പറഞ്ഞ ചിത്രം റിലീസാവുന്നു. അന്ന് അവിടെ മദ്രാസിൽ പറഞ്ഞ തിയേറ്ററിൽ. അപ്പോൾ ഞാൻ പോയി കാണുമ്പോഴാണ് അറിയണത്, ഇത് മധു സംവിധായകൻ കൂടി ആയ സിനിമയാണിത് പ്രിയ. നന്നായി ഓടുന്നു, കണ്ടു. അപ്പോൾ ഒരു നെഗറ്റീവ് റോളാണ് മധുസാർ ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നെഗറ്റീവ് റോൾ ചെയ്യുന്നത്.
അതൊക്കെ ഞാൻ കണ്ടിട്ട് പോയി. അപ്പോഴും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ പോയിട്ട് വാസു സ്റ്റുഡിയോയിൽ പോയി കഴിയുമ്പോൾ അവർ എന്നെ അത് അക്കൗണ്ട്സിൽ കൊണ്ടുവരുത്തി. എനിക്ക് അക്കൗണ്ട്സിലൊന്നും വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ സൗണ്ട് പഠിക്കാൻ കൊണ്ടുപോയി. സൗണ്ട് പഠിക്കാൻ കൊണ്ടുപോയി അവിടെ രാജേഷ് ഖന്നയും ശർമ്മള ടാഗോറും അഭിനയിക്കുന്ന ഒരു ഹിന്ദി പടമാണ്. നേരെ ഹിന്ദി പടത്തിലേക്ക് നമ്മൾ ആദ്യം പോയത് ഹിന്ദി പടത്തിനോടേക്കാണ് പോയത്, വർക്ക് ചെയ്യാൻ പോയത്. പക്ഷെ സൗണ്ടിലാണ്. സൗണ്ട് റെക്കോർഡിങ്ങിൽ പോയപ്പോൾ അവർ രണ്ടുപേരെ കണ്ടു. അപ്പോൾ അവരിങ്ങനെ ട്രൗസർ കിട്ടുന്നിട്ട് ഒരാൾ മൈക്ക് പിടിച്ച് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര രസം. ഏതായി ചെക്കൻ ചോദിച്ചു, സ്കൂളിലൊന്നും പോകണ്ടേ ചോദിച്ചു. അപ്പോൾ ഞാൻ ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 2-3 ദിവസം കഴിയുമ്പോൾ അത് വലിയ കാര്യമൊന്നുമില്ല തോന്നി. അന്ന് ഈ സൗണ്ട് വെറും മൈക്ക് വെച്ച് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു, ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇങ്ങനെ മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുന്നു. അത് വേറെ ഒന്നും ഉള്ളിൽ റെക്കോർഡ് ചെയ്യുന്ന അവർ ബാലൻസ് ചെയ്യണം. ഈ രണ്ട് ആക്റ്റീവായിട്ടൊന്നും കാണില്ല. ഞാൻ കുട്ടിയുണ്ട്, എനിക്ക് ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതിൽ ആക്റ്റീവായിട്ടൊന്നും കാണുന്നില്ല. സൗണ്ടിൻ്റെ വാല്യൂസ് ഒക്കെ പിന്നീട് മനസ്സിലാക്കുന്നത്. അന്നത് മനസ്സിലാക്കാനുള്ള പ്രായമില്ല. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ ഞാൻ വാസുമേനൻ സാർ തോന്നുന്നു എനിക്ക് വേറെ എന്തെങ്കിലും പഠിച്ചാൽ കൊള്ളാറുണ്ട്. അങ്ങനെ എഡിറ്റിങ്ങിൽ കൊണ്ടുപോയി. ഇങ്ങനെ പറയുമ്പോൾ പുള്ളി വഴക്കൊന്നും ഒന്നും പറയില്ല. ഞാൻ എന്നെ കുട്ടിയായിട്ട് കാണുന്നു. ആ സ്റ്റുഡിയോയുടെ ഭാഗം എന്തോ പഠിച്ചത്. പറഞ്ഞു ഞാൻ തന്നെ എഡിറ്റിംഗ് പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് ലാബുണ്ട്, എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ എഡിറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ കെ ശങ്കുണ്ണി ഒക്കെ, ഭീം സിംഗ് പഴയ സുമാർ ചേച്ചിയുടെ ഹസ്ബൻഡ്, അവരൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ എഡിറ്റിംഗ് പഠിക്കാൻ പറഞ്ഞു. ലെനിൻ സാർ, അപ്പോൾ അന്ന് ലെനിൻ പഠിക്കാൻ വന്നിരിക്കുക, എഡിറ്റിംഗാണ്, അപ്രൻറ്റീസാണ്. ഞാൻ അവിടെ പോയി എഡിറ്റിംഗ് പഠിക്കാൻ നിൽക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് ഭാസ്കർ മഹേഷ് വന്നിറങ്ങുന്നു. ഭാസ്കർ മഹേഷ് വന്നിട്ട് അവിടെ നിന്ന് എഡിറ്റിംഗ് റൂമിലേക്ക് വന്നിട്ട് പോകുമ്പോൾ അപ്പോൾ ഏട്ടനൊന്നും വന്നില്ല. ഏട്ടൻ അപ്പോൾ സെക്കൻഡ് അസിസ്റ്റൻ്റ് എന്തോ ആണ് അവിടെ. ഭാസ്കർ മഹേഷ് PV ചേമ്പർ അസിസ്റ്റൻ്റാണ്. അവിടെ വന്നിട്ടില്ല. ഏട്ടൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഏട്ടൻ കൂടെ ഒന്നും വരില്ല. അപ്പോൾ രണ്ടാമത്തെ അസിസ്റ്റൻ്റ് മൂന്നാമത്തെ അസിസ്റ്റൻ്റ് എഡിറ്റിംഗ് ഒന്നും കൂട്ടിയിട്ടില്ല. ഭാസ്കർ മഹേഷ് ഒരു അംബാസഡർ കാറിൽ വന്നിറങ്ങി. അവിടെ നിന്ന് എഡിറ്റിംഗ് പോയി. ഞാൻ എഡിറ്റിംഗ് റൂമിൽ നിന്ന് കാണുമ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഏട്ടാ എനിക്ക് ഡയറക്ഷൻ പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഏട്ടൻ മാസ്റ്റർ പറഞ്ഞു, ഞാൻ പറയില്ല, ഞാൻ അവിടെ എങ്ങനെയാണ് നിൽക്കണം, ഞാൻ എങ്ങനെ പറയാം. അപ്പം ഞാൻ വാസുവേട്ടനോട് പറയട്ടെ വെച്ചു. നീ വാസുവേട്ടനോട് പറഞ്ഞു വന്നു. വാസുവിൻ്റെ പറയുമ്പോൾ ഞാൻ വിളിച്ച് പറയാം, വാസുവിനോട് പറയാമെന്ന്. അപ്പോൾ പറഞ്ഞു ഗോപി അവിടെ ഉണ്ട്, ഇത് ഗോപിയുടെ അനിയനാണ്, ഗോപിയെ പോലെ തന്നെ നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു അതിനെന്താ വന്നോട്ടെ, വിരോധമില്ല പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായി സെറ്റിൽ കയറി ചെല്ലുമ്പോൾ ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് സെറ്റിൽ കയറുമ്പോൾ അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മധുസാറാണ്. ഭാസ്കരൻ സാറിൻ്റെ പടം സാറ്. അപ്പോൾ വീണ്ടും മധുസാറിനെയാണ് ഞാൻ കാണുന്നത്. ഞാൻ ആദ്യമായി ക്ലാപ്പ് അടിച്ചത് മധുസാറിൻ്റെ മുഖത്താണ്. ഉമ്മാച്ചൂല് ഉമ്മാച്ചുവാണ് സാറിൻ്റെ ആദ്യത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള പടം. അപ്പോൾ ഉമ്മാച്ചു ക്ലാപ്പ് അടിച്ച് കഴിഞ്ഞപ്പോൾ മധുസാർ ചോദിച്ചു, ഇങ്ങനെ നോക്കിയിട്ട് എന്നെ കണ്ടു ചോദിച്ചു, എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു. ഒരു കൊച്ചു പയ്യൻ, ആരാന്നറിയില്ല. എന്താ ഉദ്ദേശം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് കളിയാക്കി. അപ്പം ഞാനും ഡയറക്ഷൻ ഞാനും പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇവൻ ആള് വില്ലനാണെന്ന്. ഞാൻ തിരിച്ചുകൊണ്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത പ്രാവശ്യം ക്ലാപ്പ് കൊടുക്കാൻ വന്ന് ചോദിച്ചു എവിടെയാണ് വീട് ചോദിച്ചു. ഞാൻ കൊല്ലംകോടാണ്. ഇവിടെ എങ്ങനെ വന്നു ചോദിച്ചു. ഞാൻ എൻ്റെ ഏട്ടനാണ് ഗോപിയാണ്. ഗോപിയുടെ ബ്രദറാണോ? ഓക്കെ, വെരി ഗുഡ്. അപ്പം ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് എന്നെ നോക്കി ഇങ്ങനെ. അങ്ങനെ 2-3 ദിവസം കഴിയുമ്പോൾ എന്തോ ഒരു സാധനം പറഞ്ഞ് സജഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊന്നും അങ്ങനെ ചെയ്യില്ല, അതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ശരി എന്ന് പറഞ്ഞ് മാറുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് കറക്റ്റാണ് പറഞ്ഞത്, വെരി ഗുഡ്, അങ്ങനെ ചിന്തിക്കണം, നല്ല കാര്യമാണ്, പണ്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞു. അത് ഈ അന്ന് നാട്ടിൽ വന്ന് ഓർമ്മയുണ്ടോ സാറിന്? ഞാൻ പറഞ്ഞു ഞാൻ സാറിനെ തൊട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ ചിരിച്ചു ഇങ്ങനെ. അപ്പോൾ നാട്ടിലൊരു അപ്പുമേനോണ്ട്, അപ്പുമേനോൻ്റെ ഫ്രണ്ടാണ് മതി സാറ്. അവൻ ഞാൻ അപ്പുവേട്ടൻ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്, നാട്ടിൽ ഓർമ്മയുണ്ട് സാറിന് വെച്ചു. ഞാൻ വന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ ചിരിച്ചു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ പല പടത്തിനും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ പോകുമ്പോഴേക്കും മതി സാർ അഭിനയിക്കുന്ന അഴിമുഖം അങ്ങനെ പടങ്ങളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തു. അപ്പോഴൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാനും മതി സാറായിട്ടുള്ള ബന്ധമുള്ളൂ. എന്താ ഹലോ പറയൂ, മതി അറിയാം എന്നൊക്കെ പറഞ്ഞു. അത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുള്ളൂ സാറ്. നമ്മളൊന്നും തമാശയൊന്നും പറയില്ല. അത് സാർ പാവാണ്, പക്ഷെ ആരോടും അങ്ങനെ സംസാരിക്കില്ല. ആ ക്യാരക്ടർ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഷൂട്ടിങ് കഴിഞ്ഞാൽ ആ ക്യാരക്ടറായി മാറും. അങ്ങനെ മാറും. കൂടുതൽ ഇപ്പോഴാണ് മസാർക്ക് ഒരുപാട് തമാശയൊക്കെ പറയുന്നത്. പണ്ട് മസാർ ആ സീരിയസ് ആയിട്ട് സീൻ ഒന്ന് വായിക്കുക പറഞ്ഞു. മേക്കപ്പ് റൂമിൽ സീൻ കേട്ട് കഴിഞ്ഞാൽ ശരി പോയിക്കോളൂ എന്ന് പറയും. ചിലപ്പോൾ 2 പ്രാവശ്യം വായിക്കാൻ പറയും. പോയിക്കോളൂ പറഞ്ഞാൽ സെറ്റിൽ വന്നിട്ട് നമ്മൾ ഡയലോഗ് വേണ്ട പറയണ്ട ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ മസാർ പറഞ്ഞു തുടങ്ങും. ഇവർ ഈ ഡയലോഗ് ഒക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. മസാറൊക്കെ ഭയങ്കരമായിട്ട്. മസാറ്, ഷീല, ജയഭാരതി അവരൊക്കെ വിദ്യയൊക്കെ അവർ 2 പ്രാവശ്യം വായിച്ച് കേട്ട് കഴിഞ്ഞാൽ അതിന് വായിക്കണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് പറയും. ഫുൾ പേജ് ഫുൾ സീനൊക്കെ പറയും അവര്. അത്ര കഴിവുണ്ട് അവരൊക്കെ. അതായിരുന്നു അവരുടെ പ്രൊഫഷൻ. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ സാർ നമ്മൾ ചിലപ്പോൾ സാർ ഞാൻ വേണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് പറയും. നമ്മൾ എന്തിങ്ങനെ പറയുന്നത് തോന്നും. പക്ഷെ അതല്ലായിരുന്നു, അത്ര ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു.
നമുക്കതറിയില്ല. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ മസാർ കൂടി ഈ പടം അഭിനയം ചെയ്യുമ്പോൾ അതിൻ്റെ പകുതിയിലായപ്പോഴാണ് മസാർ തന്നെ ഇതുപോലെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് തന്നിട്ട് ഇന്ന് കുറച്ച് ലഡ്ഡു ഐസ്ക്രീമൊക്കെ വാങ്ങും. എന്താ സാർ സാറിൻ്റെ ബർത്ത്ഡേ ആണോ? ആ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഉച്ചയ്ക്ക് എല്ലാവർക്കും കൊടുക്കും. ചന്ദ്രൻ്റെ കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ അസിസ്റ്റന്റ് കാലഘട്ടത്തിലാണോ അതെ? അല്ല, ഈ ജലതരംഗത്തിൻ്റെ ഷൂട്ടിങ്ങിൽ, രണ്ടാമത്തെ പടത്തിലെ ജലതരംഗം അതിൻ്റെ ഷൂട്ടിങ്ങിൽ വെച്ചിട്ട് കുറച്ച് കാശ് തന്നു. പകുതിപ്പടായി. അപ്പോൾ എല്ലാവരും കൊടുക്കാൻ ഞാൻ തന്നെ കൊടുക്കേണ്ടത് തന്നെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്താ സാർ വിശേഷം? ഒന്നുമില്ല, ഞാനൊരു ഉമാ സ്റ്റുഡിയോ പറഞ്ഞിട്ട് സ്റ്റുഡിയോ കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ പേരിൽ പടമൊന്നും എടുത്തിട്ടില്ല. ഉമാ സ്റ്റുഡിയോയുടെ ബാനറിൽ ഞാൻ ആദ്യമായി പടം എടുക്കാൻ പോവാണ്. അപ്പം അത് ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഞാൻ പങ്ക്ച്വലല്ല, സമയത്തിന് വരില്ല, ഉച്ചയ്ക്കേ വരുള്ളൂ, എൻ്റെ വർക്കേഴ്സും അതുപോലെ ആയിപ്പോവും. ചന്ദ്രനെ പോലെ ഒരാളുണ്ടെങ്കിൽ 5 മണിക്ക് വന്ന് നിൽക്കും, 6 മണിക്ക് വടിയെടുത്ത് നിൽക്കും, അവരെ പഠിപ്പിക്കും, ജോലി പഠിപ്പിക്കും, ചെയ്യും. എനിക്ക് അങ്ങനെ ഒരാളെ വേണ്ടത്. അതുകൊണ്ട് ചന്ദ്രനുള്ള അഡ്വാൻസ് ആണ് കൊണ്ട് ഈ കയ്യിൽ നിന്ന് കുറെ കാശ് എടുത്തിട്ട് ചുറ്റും എപ്പോഴും കയ്യിലാണ് കാശ്, എൻ്റെ കയ്യിലാണ് കാശും വീഡിയോ ഒക്കെ. അതിനെടുത്തിട്ട് കുറച്ച് അഡ്വാൻസ് ആയി തന്നു. അങ്ങനെ ഉമാ സ്റ്റുഡിയോയിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുക. ഞാൻ ഡയറക്ടർ. അതാണ് എൻ്റെ ആദ്യത്തെ കളർ സിനിമ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാം ഓരോ നിറങ്ങളും മസാറിൽ കൂടിയാണ്. അത് കഴിഞ്ഞ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ 100 ഡേയ്സ് ഓടിയ പടങ്ങൾ മസാറിനെ വെച്ചിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു നാഷണൽ അവാർഡ് വാങ്ങിക്കുന്നത് മസാറിൻ്റെ കുട്ടികളുടെ സിനിമയ്ക്കാണ്. മസാർ പ്രൊഡ്യൂസ് ചെയ്തു ചിൽഡ്രൻസ് ഫിലിം, ഞാൻ ഡയറക്റ്റ് ചെയ്തു, അതും മധുസാറാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നും മധുസാറായിരുന്നു എൻ്റെ കൂടെ എല്ലാം. സാറിൻ്റെ കൂടെ എത്ര പടങ്ങൾ ചെയ്തിട്ടുണ്ട് സാർ? മസാർ ഒരു 10-27 സിനിമ ചെയ്തിട്ടുണ്ടാവും കണ്ടിന്യൂസ്ലി. നസീർ സാറുമായിട്ട് എനിക്ക് ലേഡീസ് ഹോസ്റ്റൽ അല്ല, എയർ ഹോസ്റ്റസ്. പ്രളയം, കാട്ടുകള്ളൻ, ദ്രോഹി, രക്തസാക്ഷി, അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു വൻ പരിപാടിയായിരുന്നു സാർ 19ാമത്തെ വയസ്സ് തൊട്ടുകൊണ്ട്. സൂപ്പർ സ്റ്റാറുകളെ വെച്ചുള്ള കളിയായിരുന്നു. ഭാഗ്യം, അതൊരു ഭാഗ്യമായിരുന്നു. അല്ലാതെ അത്ര നമ്മൾ കഴിവുള്ളവർ, നമ്മൾ എക്സ്ട്രാordinary ഒന്നും അല്ല. നമ്മളൊക്കെ വലിയ വലിയ ഡയറക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കതിനേക്കാൾ സാറിനൊരു വൻ ഫാൻ ബേസ് ഒക്കെ അന്നത്ത് ഉണ്ടായിരുന്നില്ലേ? ആരാധക വൃന്ദം ഉണ്ടായിരുന്നില്ല? നമ്മുടെ തിയേറ്ററിൽ കൈയടിക്കുന്നൊക്കെ കാണാറുണ്ട് പലപ്പോഴും. ഐ വി ശശിക്കും എനിക്കും തിയേറ്ററിൽ കൈയടി വരുമ്പോൾ ശശിയേട്ടൻ എന്നെ വിളിച്ചിട്ടാ നിനക്ക് എന്നേക്കാൾ 2 അടി കൂടുതലുണ്ട് ഇട്ടോ, അങ്ങനെയൊക്കെ ശശിയേട്ടനെ വിളിച്ച് പറയും. നീ എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്? അടുത്ത വെള്ളിയാഴ്ച. വേണ്ട, മാറ്റി വെക്കടാ, എന്റെ പടം അടുത്ത റിലീസ് ഉണ്ട്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അങ്ങോട്ടും കണ്ടിന്യൂസ്ലി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ സീമ ശശിയേട്ടൻ്റെ വൈഫാണെങ്കിലും സീമയുടെ കാൾ ഷീറ്റ് വാങ്ങാൻ ശശിയേട്ടൻ എൻ്റെ അവളെ ഒന്ന് വിടറാ, എനിക്ക് 2 ദിവസം വർക്കുണ്ട് പറയും. സീമ പറയും ചന്ദ്രേട്ടാ വിടണ്ടാട്ടോ, ചന്ദ്രേട്ടന് വർക്ക് കഴിഞ്ഞിട്ട് വിട്ടാൽ മതി, ശശിയേട്ടൻ അവിടെ ഇരിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഞാൻ പറയാറുണ്ട്, സീമ കല്യാണം കഴിക്കാൻ അവിശേഷിച്ച് കെട്ടാൻ എൻ്റെ അടുത്ത കാഴ്ച ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സീമ പ്രസവിക്കാൻ പോകുന്നു. അപ്പോൾ എനിക്കൊരു വർക്ക് തീർന്നിട്ടില്ല. അപ്പോൾ സീമ പ്രസവിച്ചാൽ വരുമ്പോൾ വൈകും, എനിക്കാണെന്ന് വെച്ചാൽ വർക്ക് തീർക്കണം. അപ്പോൾ സീമ ഗോസ്റ്റാണ്, ആരതി പറഞ്ഞ സിനിമയാണ്. ക്ലോസ് മാത്രം വെച്ചിട്ട് പ്രേതം ഇങ്ങനെ നടക്കുകയാണ്, ഷോർട്ട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മദ്രാസിലൊരു മലയുടെ മുകളിൽ. ശശിയേട്ടൻ വന്ന് കാത്തിരിക്കുകയാണ് ഡ്യൂപ്പ് എടുക്കാൻ. വേറെ ഒരു സാരി എടുത്ത് വേറെ സീൻ, ഇവിടെ എവിടെയെങ്കിലും അവൾ പ്രസവിച്ച് വീഴും, ഞാൻ കൂട്ടിയിട്ട് വിടാം വിടാ. ശശിയേട്ടൻ ചീത്ത പറയുകയാണ്. അപ്പോൾ സീമ ഇവിടെ പ്രസവിച്ചു വിടാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചന്ദ്രേട്ടൻ്റെ സെറ്റല്ലേ, ചന്ദ്രേട്ടൻ എന്നെ പൊന്നുപോലെ നോക്കിക്കോളും. അങ്ങനെയായിരുന്നു ഞങ്ങൾ. അത്രയും ഭയങ്കര കുടുംബ ബന്ധങ്ങളുണ്ടായിരുന്നു അന്നത്തെ സംവിധായകരും അന്നത്തെ ഫാമിലിയും ഒക്കെ പറയുമ്പോൾ. അല്ല സാർ ആദ്യം പറഞ്ഞു ജയൻ സാർ വീട്ടിൽ വരുമായിരുന്നു, അമ്മയ്ക്ക് എനിക്ക് അത് മാത്രമല്ല, ജയൻ്റെ കാര്യത്തിൽ ഒരേ ഒരു നഷ്ടം വന്നത്, ഈ ദീപം റിലീസാവുന്നതിന് മുമ്പ് ഞാൻ മദ്രാസിൽ നിന്ന് വരികയാണ്. വരുമ്പോൾ ജയൻ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇനി ഇതിനേക്കാൾ വലിയൊരു സിനിമ ചെയ്യണം ചന്ദ്ര സാർ, അത് വേണമെങ്കിൽ ഞാൻ പറയും എന്നെ ചന്ദ്ര സാർ എന്ന് വിളിക്കുന്നത്. പുള്ളി എപ്പോഴും ചന്ദ്ര സാർ ഇങ്ങനെ വിളിക്കുള്ളൂ, എന്തിനാ ജയേട്ടാ അങ്ങനെയൊക്കെ വിളിക്കുന്നു പറയും. അപ്പോൾ പറഞ്ഞു നമുക്കൊരു സിനിമ. അപ്പം ഞാൻ കർണൻ ചെയ്യാമെന്ന് പറയുകയാണ്. നമ്മുടെ ഇതിലെ മഹാഭാരതത്തിലെ കർണൻ. അപ്പോൾ അത് ശിവാജി ഗണേശൻ തമിഴിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കർണൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയ സിനിമ കാണുകയാണ്. ശിവാജി ഗണേശൻ മനോഹരമായിട്ട് അഭിനയിച്ചുള്ള സിനിമയാണ്. അത് കണ്ടിട്ട് അത് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ അവിടുന്ന് വരുന്നത്. അവിടുന്ന് വന്നിട്ട് ഞാൻ അഭിമന്യു മറ്റേ കാക്കനാടിൻ്റെ ഒരു നോവൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗുരുവായൂർ. അപ്പോഴാണ് ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിനു മുമ്പ് ഇവിടെ സംഭവം ഷൂട്ടിംഗ് നടക്കണ്ടായിരുന്നു. അപ്പോൾ സംഭവത്തിൽ ഈ സുഗുണ സ്ക്രീൻ പറഞ്ഞ ആ കമ്പനിയാണ് ഈ പടം എടുത്തത്, കോളിലക്കം. അപ്പോൾ അവർ കോളിലക്കത്തിന് വേണ്ടി സംഭവം പടം നടന്നു. അപ്പോൾ ആ കൊല്ലം എനിക്ക് 16 സിനിമയാണ് ഷൂട്ട് ചെയ്യാനുള്ളത്. 16 സിനിമ റിലീസ് ചെയ്തു ഞാൻ കൊല്ലം. അപ്പോൾ ഞാൻ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അവർ കോളിലക്കത്തിൽ നിന്ന് ഈ സംഭവത്തിൻ്റെ ഷൂട്ടിങ്ങിൽ നിന്ന് അവർ മാളാരവിന്ദൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചു. അപ്പോൾ ഞാൻ മാളാരവിന്ദൻ്റെ അടുത്ത് പറഞ്ഞു പോകാൻ പറ്റില്ല, ഇവിടെ വർക്ക് 10-45 ആർട്ടിസ്റ്റ്, അത് മൾട്ടി സ്റ്റാർ മൂവിയാണ്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. മാഡം അയ്യോ പോകണം, ഞാൻ പറ്റില്ല പ്ലീസ് ഒന്ന് ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്, 2 ദിവസം കഴിഞ്ഞിട്ട് വിടാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒന്ന് ബാത്റൂം പോയിട്ട് വന്നോട്ട് ചോദിച്ചു. അങ്ങനെ പുള്ളി മൂത്രം ഒഴിക്കാൻ വേണ്ടി ബാത്റൂം പോകണവർ പോയിട്ട് അടുത്ത ഫ്ലൈറ്റ് കയറിപ്പോയി.
അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു, ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിലൊരു ചീത്ത വാക്ക് ഉപയോഗിച്ചുകൊണ്ട്, അന്ന് ഫോണില്ല, ട്രങ്കാള് ചെയ്യാൻ പറ്റുള്ളൂ, അന്ന് STD ഒന്നും വന്നിട്ടില്ല. ഒരു ചീത്ത വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡോൺ സ്റ്റാർട്ട്, എന്നിട്ട് അതിൻ്റെ കൂടെ വേറെ വാക്ക് കൂടി ഇംഗ്ലീഷിൽ ഞാൻ പറയുന്നില്ല. ടെലഗ്രാം വെച്ചു, എക്സ്പ്രസ് ടെലഗ്രാം. പുള്ളി ഫ്ലൈറ്റിൽ അവിടെ എത്തുമ്പോഴേക്കും ടെലഗ്രാം അവിടെ എത്തി. അപ്പോൾ പുള്ളി ഹോട്ടലിൽ എത്തിയപ്പോൾ ഇത് കണ്ടു, ഞെട്ടി. അവിടെ ടെൻഷനിൽ അഭിനയിച്ച് ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് അതിനേക്കാൾ വാശിയായി. അപ്പോൾ ഇവിടെ പുള്ളി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ആ ക്യാരക്ടർ മരിച്ചതായിട്ട് കണക്കാക്കിയിട്ട് TV സീരിയലുകൾ പിന്നീടാണ് ഫോട്ടോ വയ്ക്കാൻ തുടങ്ങിയത്. ഞാൻ അന്നേ ഫോട്ടോ വെച്ചു. അന്ന് തന്നെ അരവിന്ദേട്ടൻ്റെ ക്യാരക്ടർ മരിച്ചതായിട്ടും മകനായിട്ട് കുഞ്ചനെ ഇട്ടിട്ട് ബാക്കി സീൻ കുഞ്ചൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അരവിന്ദേട്ടൻ സെറ്റിൽ ബാക്കി പിറ്റേ ദിവസം വന്നിറങ്ങുമ്പോൾ പുള്ളി എന്താ ഒരു കത്ത് എഴുതി വെച്ചതാണ് കോമഡി ആയി പോയത്. പോകുമ്പോൾ ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോയി എൻ്റെ ഹോട്ടലിൽ, ചന്ദ്ര സാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ അരവിന്ദനെ സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരും എന്നെ എതിർത്തിട്ടുണ്ട്. അന്നത്തെ ലീഡിങ് കോമഡിയൻസ് ഒക്കെ എന്താണ് ഞങ്ങളെ ഔട്ടാക്കാനാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. നമ്മൾ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും ഔട്ടാക്കാൻ പറ്റില്ല. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? വരുന്നവർ വന്നോട്ടെ, നമ്മുടെ സ്ഥാനം എന്നും നമ്മുടെ അവിടെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അരവിന്ദേട്ടനെ കൊണ്ടുവന്നപ്പോൾ അരവിന്ദേട്ടനാണ് എന്നോട് ചെയ്തത്. ഇങ്ങനെ ഭയങ്കര വിഷമമായി. അപ്പോൾ എന്നിട്ട് കത്തെഴുതിയിരുന്നു, ചന്ദ്രൻ സാർ എനിക്കെൻ്റെ അമ്മയെ പോലെയും, RS പ്രഭുവിൻ്റെ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. RS പ്രഭുവും സുഗുണാസ്കിൻ ഹരിഹരനും എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ് എന്നിട്ട് കത്തെഴുതി വെച്ചിട്ടാണ് പുള്ളി പോയത്. അപ്പം ഞാൻ അതിനാണ് ഇംഗ്ലീഷിൽ മറുപടി അയച്ചത്, ടെലഗ്രാം അയച്ചത്. അപ്പം അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഈ കത്ത് ശങ്കരടിക്കും KP പറഞ്ഞും അന്ന് ഭാസ്കർ മാഷും എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് സംഭവത്തിൽ, ഇവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ശങ്കരാടി അരവിന്ദ് വന്നിട്ടാ, മാളെ നിന്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, നിന്റെ അച്ഛന്മാരെവിടെയാടാ, നിനക്ക് 2 അച്ഛനാണല്ലേ, ഇപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ ഇവരൊക്കെ ഇട്ട് സെറ്റിലിട്ട് വരാൻ തുടങ്ങി. അരവിന്ദേട്ടൻ കരയാൻ തുടങ്ങി. അവസാനം അരവിന്ദേട്ടൻ ഭാസ്കർ മാഷോട് പോയി പറഞ്ഞു, മാഷേ എന്നെ എങ്ങനെയും പറഞ്ഞ് ഒരു സീനെങ്കിലും എനിക്ക് അഭിനയിപ്പിക്കണം, എൻ്റെ ദൈവമാണ് ചന്ദ്രൻ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. മാഷ് വിളിച്ചോണ്ട്, ചന്ദ്രൻ പോട്ടെ, നമ്മൾ സോറി സാർ, അത് ചെയ്ത് കഴിഞ്ഞു, ഒരാളെ അഭിനയിപ്പിച്ചു കഴിഞ്ഞു. സാറിൻ്റെ സെറ്റിൽ നിന്ന് ഒരു നടൻ സാറിനെ ഇൻസൾട്ട് ചെയ്ത് പോയാൽ സാർ എന്ത് ചെയ്യുമോ? അത്രയും ഞാനും ചെയ്തുള്ളൂ, എന്നെ ഇത് പഠിപ്പിച്ചു തന്നത് സാർ തന്നെയാണ്, എൻ്റെ ആദ്യത്തെ ഗുരുവാണ് എന്ന് പറഞ്ഞ മാഷ് ഒന്നും മിണ്ടില്ല. ചന്ദ്രൻ്റെ ഇഷ്ടം പോലെ എന്താച്ചാ ചെയ്യൂന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ പോയി. അങ്ങനെ അരവിന്ദേട്ടൻ അതിന് ശേഷം വേറെ പടങ്ങളിൽ അഭിനയിച്ചു. ആ സിനിമയിൽ ഞാൻ ഇനി അരവിന്ദേട്ടൻ്റെ മൊത്തം ക്യാമറ വെക്കില്ല പറഞ്ഞു. അങ്ങനെ അരവിന്ദേട്ടൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു തന്നത്? പിന്നെ നമ്മൾ ജയൻ സാറുമായിട്ട് അതന്നെ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ ഇവിടെ പോകണം ഞാൻ ഈ പടത്തിന്, കാക്കനാടൻ്റെ അഭിമന്യു. അപ്പോൾ അതിന് പോയപ്പോൾ ഈ കോളിലക്ഷന് വേണ്ടി വിട്ടുകൊടുത്ത കഥയാണ് പറഞ്ഞത്. അരവിന്ദേട്ടനെ വിട്ടുകൊടുത്തപ്പോൾ തന്നെ എനിക്ക് അവരോട് ഭയങ്കര ദേഷ്യമായി. RS പ്രഭു എൻ്റെ പ്രൊഡ്യൂസർ ആണെങ്കിലും എൻ്റെ കോൾ ഷീറ്റ് ചോദിക്കാതെ വാങ്ങിട്ട് പോയില്ലേ, അത് മര്യാദയല്ല. അപ്പോൾ അവിടെ പോയപ്പോൾ അവർക്ക് വീണ്ടും സുകുമാരനെ വേണം. അഭിമന്യു അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സുകുമാരൻ തൃശ്ശൂർ. അപ്പോൾ അവർക്ക് കോളിലൊക്കെ ക്ലൈമാക്സ് തീർക്കാൻ സുകുമാരനെ വേണം. അവർക്ക് എന്നോട് ചോദിക്കാൻ ധൈര്യമില്ല, കഴിഞ്ഞത് കിടക്കുകയാണല്ലോ. അപ്പോൾ അവർ ജയനെ കൊണ്ട് ചോദിപ്പിച്ചു. കാരണം ഞാനും ജയനുമായിട്ടുള്ള ബന്ധം അവർക്കറിയാം. ജയൻ എന്നെ വിളിച്ചു, ചന്ദ്ര സാർ ഇന്നത്തോടെ ഈ പടത്തിൻ്റെ ടോട്ടൽ വർക്ക് തീരാണ്, നാളെ തീരും, ക്ലൈമാക്സ് ആണ്, നാളെ ഒരു ദിവസത്തേക്ക് സുകുമാരനെ വിട്ടു തരണം, എൻ്റെ ഗ്യാരണ്ടി. എനിക്കറിയാം അവരെന്താ ചെയ്തു എന്നൊക്കെ അറിയാം, ഞാൻ തിരിച്ചയച്ചോളാം, സാർ വിട്ടു തരണം. ഞാൻ രാവിലെ വർക്ക് കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിന് അതിൽ വിടാം, അല്ലെങ്കിൽ ട്രെയിനിലെങ്കിലും കയറ്റി വിടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞു. അപ്പോൾ ജയൻ പറഞ്ഞപ്പോൾ പിന്നെ എനിക്കൊന്നും മറുപടി ഇല്ലാതെ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അയക്കാമെന്ന് പറഞ്ഞു. സുകുമാരനെ ഞാൻ പറഞ്ഞയച്ചു. ഇന്ന് പലപ്പോഴും ആലോചിക്കും, അന്ന് ഞാൻ സുകുമാരനെ പറഞ്ഞയച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നാലോചിക്കുന്നത്. അപ്പം പിറ്റേ ദിവസം രാവിലെയും ജയൻ വിളിച്ചിരുന്നു, താങ്ക് യു സാർ, ജയൻ സുകുമാരൻ എത്തിയിട്ടുണ്ട്, ഞങ്ങൾ വർക്കിന് പോവാണ്, നല്ലതാണ് സാർ, വന്ന ഉടനെ നമ്മൾക്ക് കർണൻ്റെ കാര്യം തീരുമാനിക്കാം എന്ന് പറഞ്ഞ അവസാനം കേട്ട വാക്കാതാണ്. അന്നത്തെ ഷൂട്ട് തന്നെ ഉച്ചയ്ക്ക് പിന്നെ ഞാൻ അറിയുന്നത് ജയൻ ആക്സിഡൻ്റായി എന്നാണ്. സാറിന് ഭയങ്കര ഫീലായി കാണാൻ. അല്ല, ഞാൻ ലിറ്ററലി അത് അറിഞ്ഞിട്ട് ഞാൻ വല്ലാതെ 2-3 ദിവസം വല്ലാതെ അപ്സെറ്റായി. കാരണം ഒന്നാം നല്ലൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് ദിവസങ്ങൾ അദ്ദേഹം ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ എന്നെ വിളിച്ചിട്ട് ആ ഫിയറ്റ് കാറിൽ മെറീന ബീച്ചിൽ പോയി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു. പലപ്പോഴും ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഓരോ തമാശ പറഞ്ഞ് ജീവിതത്തിന് ഇത്രേ അർത്ഥമുള്ളൂ സാർ, സാറൊക്കെ ഭാഗ്യവാനാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങനെ കുറേ പറയും. ഞാൻ നിങ്ങൾക്കൊരു മാരേജ് ചെയ്ത് ഹാപ്പി ആയിച്ചിട്ടൂടെ, അതിലൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയും. വേറൊരു മനുഷ്യനായിരുന്നു.
അങ്ങനെയൊക്കെ. പക്ഷെ ഭയങ്കര ജെന്യൂൻ ആയതുകൊണ്ടായിരിക്കും ഇന്നും ആൾക്കാർ ഇങ്ങനെ. വളരെ ജെന്യൂൻ ആണ്. അത് ആ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇന്നും എല്ലാവരുടെ മനസ്സിലും ജയേട്ടനുള്ളത്. അതെ അതെ. ജയനൊരു നല്ല മനസ്സുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ആൾക്കാരുടെ മനസ്സിൽ നിന്ന് ജയം പോയിട്ടില്ല. ബാക്കി അതിനുശേഷം എത്ര നടന്മാർ അതിനു മുമ്പും അതിനുശേഷം എത്ര പേര് മരിച്ചു വന്നു പോയി. നമ്മളാരും അവരെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അതെ അതെ അതെ. സാറിന് ഞാൻ ആദ്യം ചന്ദ്രകുമാർ എന്നുള്ള പേര് കേൾക്കുന്നത് ആദിപാപത്തിലാണ്. സാറിന് ഉണ്ടോ ഇന്നത്തെ തലമുറ ഒരു ആദിപാപത്തെ കൂടെ മാത്രമേ അറിയുള്ളൂ. അതിനു മുമ്പ് ചെയ്ത ഒരു പാപം ആർക്കും അറിയില്ല. ഞാൻ പറയുന്ന അതിനെ സാറേ ഞാൻ പറഞ്ഞ ഇന്നത്തെ തലമുറയ്ക്ക് പിന്നെ ചന്ദ്രകുമാർ സാർ എന്ന് പറഞ്ഞാൽ ആദിഭാഗത്തിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാലാണ് പെട്ടെന്ന് അറിയുന്നത്. അതല്ല, അതിൽ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഉദയ മൂവീസ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ വന്നു. അപ്പോൾ അതിൽ ഈ അന്നത്തെ സിനിമകൾ വന്ന് വലിയ തിരക്കൊന്നുമില്ല. പിന്നീട് അതിൻ്റെ അകത്ത് ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ കൂട്ടമായിട്ട് ഇറങ്ങി വരുന്ന ഒരു സീൻ കണ്ട്. അപ്പം ഞാൻ ഈ പടം ആദ്യം ഞാൻ സ്കൂളിൽ 6ലും 7ലും അപ്പം നമ്മൾ സിനിമയോട് ഭയങ്കര താല്പര്യം വരുന്നൊരു സമയം. അപ്പോൾ ഭയങ്കര എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അവിടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പിന്നെ തിയേറ്റർ വരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ച ഹൗസ്ഫുള്ളായിട്ട് ഈ പടം ഓടി, ഫുള്ളായിട്ട് ഓടി. തിയേറ്ററിന്റെ ചരിത്രത്തിൽ അത്ര അല്ല, ഞാൻ പറഞ്ഞത് ഇത്രയും ആൾക്കാരെ കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമ ആയിട്ട് പോലും അതിന് ഇങ്ങനത്തെ ഒരു ഇത് വന്നത് സാറിനെ എങ്ങനെയെങ്കിലും സാറിനത് വിഷമിപ്പിച്ചിട്ടുണ്ട്? സാറിനത് സന്തോഷം? ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ നടന്മാർ വരെ പല സിനിമകളിലും നീ അന്ന് ആദ്യഭാവം കണ്ട് നടക്കുമ്പോൾ എന്ന് വരെ പറയുന്നുണ്ട്. അത് ഒരുതരം അവഹേളനമാണ്. പിന്നെ എല്ലാ പടത്തിലും ആദിവാസത്തിന്റെ പോസ്റ്റർ ഇട്ടിട്ട് തുടങ്ങുന്നുണ്ട്. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. കാരണം എന്താ, എനിക്ക് കിട്ടുന്ന പബ്ലിസിറ്റി ആയിട്ടേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് എല്ലാവരും അറിയുന്നു. കാരണം അത് പറയാൻ കാരണം ഞാൻ പറയാണ്ട്, ഈ കാർട്ടൂൺസ് യേശുദാസ് ഉണ്ടായിരുന്നു, കാർട്ടൂൺസ് യേശുദാസ് മനോരമയിൽ. അപ്പോൾ അദ്ദേഹം എപ്പോഴും മനോരമയിൽ എന്തെങ്കിലും എന്നെ കളിയാക്കും. ടക് മാഗസിൻ ഉണ്ടായിരുന്നു, കട്ട് മാഗസിൻ ഉണ്ടായിരുന്നു, പുള്ളി നടത്തിയാണ്. അതിലൊക്കെ ചന്ദ്രകുമാറിനെ കളിയാക്കാതെ ഒരു മാഗസിനും വരില്ല. അപ്പൊ ഞാനുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്, നല്ല ഭയങ്കര ബന്ധമാണ്. അപ്പൊ എനിക്കാണ് ഏറ്റവും കൂടുതൽ പണി തരിക. അപ്പൊ ഒരു പ്രാവശ്യം അങ്ങനെ ഞാൻ ആദ്യഭാവം ചെയ്ത പിന്നെ പറഞ്ഞു അടുത്ത ഭാവം ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇലയൊക്കെ മറച്ചിട്ട് ചന്ദ്രകുമാറിന്റെ വീടിന് മുന്നിൽ ക്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് ചിത്രം കാർട്ടൂൺ തന്നെ വന്നു. അങ്ങനെ ഓരോന്ന്. അത് കഴിഞ്ഞ് കാനനസുന്ദരി ചെയ്തപ്പോഴും പറഞ്ഞു ചന്ദ്രകുമാർ ഇപ്പോൾ ഫിലിം ഡയറക്ടേഴ്സ് കോളനിയിൽ താമസം മാറി കാർട്ടൂൺ ഉള്ളിലാണ് പറഞ്ഞിട്ട് അടുത്ത ചിത്രം വന്നു. അങ്ങനെ ഒരുപാട് വരും. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ സീരിയലിലേക്ക് വന്നു, വാത്സല്യം സീരിയൽ. അത് നന്നായി സൂപ്പർ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. 350 എപ്പിസോഡൊക്കെ കഴിഞ്ഞ് പോയി നന്നായി പോകുമ്പോൾ അന്ന് കരുണാകരനാണ് CM. കരുണാകരൻ എന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ സീരിയലുകളും കാണാറില്ല, ആകെ വാത്സല്യം മാത്രമേ കാണാറുള്ളൂ എന്ന്. ഉടനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് മനോരമയിലുണ്ടായിരുന്നു കരുണാകരൻ്റെ മടിയിൽ കോണം കൊടുത്തിട്ട് ചന്ദ്രകുമാർ കിടക്കുന്ന ഫോട്ടോ. കരുണാകരൻ്റെ വാത്സല്യം ചന്ദ്രകുമാറിനോടാണെന്ന്. വിടത്തില്ല. അപ്പോൾ ഞാൻ യേശോട്ടനോട് ചോദിച്ചു, യേശോട്ടാ എന്താ യേശോട്ടാ എന്നെ ഇങ്ങനെട്ട് കൊല്ലണേ? ഞാൻ കൊല്ലുകയല്ല ചന്ദ്ര, ചന്ദ്രൻ ഇവിടെ ലൈം ലൈറ്റിൽ നിൽക്കേണ്ട ആളാണ്, ലൈം ലൈറ്റിൽ നിർത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. ചന്ദ്രൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ എല്ലാവരും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്, ചന്ദ്രൻ ഇൻഡസ്ട്രി വിട്ടു പോയിട്ടില്ല എന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മീഡിയയുടെ വാല്യൂ. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അന്ന് യേശോട്ടം പറഞ്ഞു തന്നെയാണ്, ഞാനിവിടെ ഉണ്ട്. ആദിഭാവത്തിൽ കൂടെ ആണെങ്കിൽ ചന്ദ്രകുമാറിനെ എല്ലാവരും ഓർക്കുന്നു. അല്ല, അത് ഭയങ്കര സാധനം സാർ, അത് അങ്ങനെ ഓർക്കപ്പെടുന്നുണ്ടല്ലോ. അത് ഈ പറയുന്ന പോലെ അല്ല, അത് അങ്ങനെ നമ്മൾ എടുക്കാതിരുന്ന ഇന്നും ഒരു റെക്കോർഡ് തന്നെയാണ് അത്. അല്ല, പടം ക്ലാസിക്കല്ലേ, അത് മാറ്റാൻ പറ്റാത്ത റെക്കോർഡാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനത് തുടങ്ങുന്നതിന് മുമ്പ് എത്ര പേരോട് കഥ പറഞ്ഞപ്പോഴും അവർ ചന്ദ്രന് ഭ്രാന്തുണ്ടോ, ഇത്രയും നല്ല ഫാമിലി ഡ്രാമാസ് ഒക്കെ ചെയ്തിട്ടുള്ള ചന്ദ്രൻ പോയിട്ട് ഇങ്ങനെ സബ്ജക്ട് ചെയ്യാം. അങ്ങനെ അടുത്ത് നിങ്ങൾ ബൈബിൾ എന്തിനാ വായിക്കുന്ന ദിവസവും? ബൈബിളിൽ അതില്ലേ? ബൈബിളിൽ പറഞ്ഞിട്ട് ആദത്തിന് ഹവ്വയ്ക്കും വസ്ത്രങ്ങളില്ലാന്ന് നിങ്ങൾ വായിച്ചുല്ലോ അല്ലേ? അപ്പൊ തെറ്റല്ലേ, വായിക്കാൻ പാടുമോ? ബൈബിളിൽ നിന്ന് പേരെന്താ കീറി കളയാത്ത? ഞാൻ ചോദിച്ചു. അപ്പൊ അതിനാർക്കും മറുപടി ഇല്ല. അത് പുസ്തകമല്ലേ, പക്ഷെ അത് വിഷ്വലൈസ് ചെയ്യാൻ പാടുമോ? നിങ്ങൾക്ക് മനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ കഴിയണം. രവിവർമ്മ പെയിന്റിങ് പോലെ. രവിവർമ്മ പെയിന്റിങ്ങിൽ നമ്മളെ എന്ത് സെക്സിയായിട്ട് മനോഹരമായിട്ടൊക്കെ പെയിന്റിങ് കാണിക്കാറുണ്ട്. എത്ര നല്ല പെയിന്റേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ ചെയ്യാൻ കഴിയണം നിങ്ങൾക്ക്. ഇതൊരു പെയിന്റിംഗ് ആക്കി മാറ്റൂ എന്നയോ അതൊക്കെ പറയാം, എളുപ്പമൊന്നുമല്ല ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്കൊരു വാശിയായി, ചെയ്യണം എന്നല്ല, ഇതൊരു പെയിന്റിങ് പോലെ ചെയ്യണമെന്ന്. അന്ന് ഞാൻ എവിടെയോ കുട്ടികളുടെ ബൈബിൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം കണ്ടു. ഒരു ചിത്രകഥയാണ്, ചിത്രകഥ. അത് കണ്ടപ്പോൾ കുട്ടികൾക്ക് കാണിക്കാൻ വേണ്ടിയതായതുകൊണ്ട് അത് അസഭ്യങ്ങൾ കാണാത്ത വിധത്തിൽ, അസഭ്യമില്ലാത്ത രീതിയിൽ, അശ്ലീലമില്ലാത്ത രീതിയിൽ വലിയ ഇലകളും ഒക്കെ വരച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആദ്യവും ഹവയും പോകുന്നതായിട്ട് ഏതെങ്കിലും കാരണമൊക്കെ വരച്ചിരിക്കണം. അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തു.
അപ്പോൾ അതിൽ കാണിക്കാമെങ്കിൽ നമുക്കതുപോലെ വലിയ ഇല ഉണ്ടാക്കിക്കൂടെ? കാരണം അന്നത്തെ കാലത്ത് വലിയ മരങ്ങളായിരുന്നു, ഇന്നത്തെ പോലെ മരങ്ങളല്ല. അതുപോലെ വലിയ മരങ്ങള്, വലിയ ഇലകള്, വലിയ പാറകള്, അത് മനസ്സിലേക്ക് കടന്നുകൂടി. ഞാൻ അങ്ങനെ തന്നെ അത് എടുത്തത്. സ്റ്റുഡിയോയിലാണോ? അല്ലല്ല, ഫുൾ ഔട്ട്ഡോർ ആണ്. അതൊക്കെ ഭയങ്കര സാഹസികമായിട്ടുള്ള ഷൂട്ടിംഗ് ആണ്. ഒരു ജനം പോലും അതിന്റെ ഷൂട്ടിംഗ് കണ്ടിട്ടില്ല. ഔട്ട്ഡോറിൽ കണ്ടിട്ടില്ല, ആരെയും കാണിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ചെയ്തിരുന്നത് പുലർച്ചെ 3 മണി 4 മണിയാകുമ്പോൾ തലേ ദിവസം പോയിട്ട് സ്ഥലങ്ങളൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്യും. ഏതും തോട്ടമല്ല, ഗാർഡനൊക്കെ, കാടുകളൊക്കെ പ്ലാൻ ചെയ്യും. കാടുകളൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പറയും നാളെ 5 മണിക്ക് രാവിലെ ഈ കാട്ടിനുള്ളിൽ കയറും. ഒരു കാട് കാണിച്ചിട്ട് അതുകൊണ്ട് 3 മണിക്ക് നമ്മൾ ഇവിടെ എത്തണം. ഞങ്ങളാകെ 12 പേരേ ഉള്ളൂ, 2 വണ്ടിയേ ഉള്ളൂ, 12 പേരുള്ളൂ. റിഫ്ലക്ടർ ഇല്ല, ഒന്നുമില്ല, മുണ്ടാണ് റിഫ്ലക്ടർ. ലൈറ്റ്സ് ഒന്നുമില്ല. നോ, മുണ്ടൂരി പിടിക്കണം റിഫ്ലക്ടറിന്. എല്ലാവരും മുണ്ടെടുത്തോളാം, റിഫ്ലക്ഷൻ. അങ്ങനെ ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ഇല്ല, മനസ്സിലാണ് സ്ക്രിപ്റ്റ്. ഡയറക്ടറും ക്യാമറാമാനും ഒക്കെ ഒരാളെന്നെ ഉള്ളൂ. പിന്നെ എൻ്റെ 2 അസിസ്റ്റൻസ് ആയിട്ട് അനിയൻ ഒരുത്തൻ ഡ്രൈവ് ചെയ്യുന്നു, ഒരുത്തൻ എൻ്റെ ക്യാമറ അസിസ്റ്റന്റ്, ബാക്കി വേറെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. ഫാമിലി മൂവി, കുടുംബയിത്രാണ്. അതെ. അങ്ങനെ നമ്മൾ പോയിട്ട് കാട്ടിനുള്ളിൽ കയറിയിട്ട് പറയും, വണ്ടികളുടെ അടുത്ത് പറയും, നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് 5 കിലോമീറ്റർ 10 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടായിട്ടുള്ള ആരും ഇവിടെ എന്താ കാർ കിടക്കണം ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ ഈ കാട്ടിലുണ്ടാവും. ഞങ്ങളുടെ തോളിലൊക്കെ ഒരു സഞ്ചിയിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും 1 ബോട്ടിൽ വെള്ളവും 1 ആപ്പിളും ഉണ്ട്. ഇതാണ് ആഹാരം. രാവിലെ എന്തെങ്കിലും ബ്രെഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും, ബൺ ബട്ടർ ജാമൊക്കെ. അത് കഴിഞ്ഞ് ഇതാണ് ഉച്ചവരെയുള്ള ആഹാരം. എന്നിട്ട് ഉച്ചയ്ക്ക് വരും 1 മണി 2 മണിയാകുമ്പോൾ നിങ്ങൾ കാർ ഇവിടെ കൊണ്ടുവരണം. കറക്റ്റ് 2 മണിക്ക് ഞങ്ങൾ ഇവിടെ വരും. കാർ കയറി നമ്മൾ പോകും. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒരുപാട് ദിവസം. ഇതിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അതിന് ചേഞ്ച് ഉള്ളത്, ആർട്ടിസ്റ്റ് ആകെ അഭിനയിച്ചിട്ടുള്ളത് 7 ദിവസം 8 ദിവസമേ ഉള്ളൂ. ബാക്കി ദിവസങ്ങൾ മുഴുവൻ ഈ ഭൂമിയുടെ പ്രകൃതിയിൽ ഇന്നുവരെ കാണിക്കാത്ത ക്രീച്ചേഴ്സിനെ കാണിക്കുക. കാരണം ഏതൻസ് ഗാർഡൻ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടിയാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി അതിനൊക്കെയാണ് ശ്രമിച്ചത്. അപ്പോൾ കാട്ടിനുള്ളിൽ കയറിയിട്ട് ചെറിയ ചെറിയ ക്രീച്ചേഴ്സിനെ കണ്ടുപിടിക്കുക. അപ്പോൾ അതും കൊണ്ടൊന്ന് ക്യാമറ മുന്നിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഒന്ന് പറന്നു പോകും, നമുക്ക് സസ്റ്റെയിൻ ആവില്ല. അപ്പോൾ 500 അഡാപ്റ്റർ ഇട്ട്, അന്ന് അഡാപ്റ്റർ 1000 അഡാപ്റ്റർ ഇട്ടിട്ട് ക്യാമറ സൂം ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് പറന്നു പോകാതിരിക്കാൻ മേക്കപ്പ് നിന്ന് ഗമ്മെടുത്തിട്ട് അതിൻ്റെ ചിറകിൽ തേക്കും. അപ്പോൾ അത് ഒട്ടിപ്പിടിച്ചുകൊണ്ട് അതില്ല, പതുക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ 60 ഫ്രെയിം 70 ഫ്രെയിം സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെ പതുക്കെയൊക്കെ ഇങ്ങനെ പൊങ്ങിപ്പോകും. അങ്ങനെയൊക്കെ വളരെ ബുദ്ധി ഉപയോഗിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനങ്ങൾ. അതിനാണ് ഞാൻ കൂടുതൽ സമയം ചെലവ് ചെയ്തത്. അതൊക്കെ ഷൂട്ട് ചെയ്യാനാണ്. ഞാൻ പോയി ഇവിടെ ഉടുപ്പി അടുത്തുള്ള ഉള്ളാളോ ഉപ്പള ആ കടപ്പുറത്ത് പോയപ്പോൾ ഞാൻ കാണുകയാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ ചെല്ലുന്നത്. ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടെ മുഴുവൻ മത്സ്യം ഉണക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്തോ മഴ വരുന്നു പറഞ്ഞിട്ട് വാരി കൂട്ടുകയാണ്. ആ കൂട്ടുമ്പോൾ കാണുന്നത് അവിടെ മുഴുവൻ പുഴുക്കളെ കൊണ്ടുണ്ട്, ഉണക്ക മത്സ്യത്തിൽ നിന്നുള്ള പുഴുക്കൾ. ആ മണലിൽ മുഴുവൻ അരിച്ചരിച്ച് നമ്മൾ നടക്കാൻ വയ്യ, നമ്മുടെ കാലിലൊക്കെ കയറുന്നു. അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യമില്ല. ഏതൻസ് ഗാർഡനിൽ പുഴുക്കൾ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതാവശ്യമില്ല. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അവിടെ തിന്നാൻ വേണ്ടി കാക്കകൾ, ലക്ഷക്കണക്കിന് കാക്കകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഒരു 5:30 മണി 6 മണിയാകുമ്പോൾ നല്ല സൺസെറ്റ് വരും. അപ്പം നല്ല റെഡ് സ്കൈ കിട്ടും, അതിൽ ബ്ലാക്ക് സ്പോട്ടുകൾ, ഈ കാക്കകൾ പറന്ന മനോഹരമായിരിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ആ സമയമാകുമ്പോൾ ക്യാമറയുടെ കൂടെ ഒരു കറുത്ത തുണി ഉണ്ടാവില്ലേ, അപ്പോൾ അതെടുത്തിട്ട് കാ പറഞ്ഞിട്ട് ഓടി. അപ്പോൾ കാക്കകൾ മുഴുവൻ അവൻ്റെ പിന്നിൽ. അപ്പോൾ ഞങ്ങൾക്ക് സ്കൈയിൽ മനോഹരമായിട്ട് കാക്കകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഓടിപ്പോയാൽ വാൻ്റെ ഉള്ളിൽ കയറുന്നു, കാക്ക മുഴുവൻ അവനെ കൊത്താൻ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മനസ്സിൽ ആലോചിച്ച് ഞാൻ പറയും, ഇപ്പോൾ മരുഭൂമിയിൽ നടക്കുന്ന ഷോട്ട്, ഇതൊക്കെ ടെക്നിക്കലി പറയാൻ വേണ്ടി പറയുന്നതാണ്. മരുഭൂമിയിൽ നടക്കുന്ന ഷോട്ട് എടുക്കുമ്പോൾ മരുഭൂമി ഇല്ല, ഞങ്ങൾക്ക് രാജസ്ഥാൻ വരെ പോകാനുള്ള കാശുമില്ല കയ്യിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഉള്ളാൾ കടപ്പുറം അതെ അത് ആദ്യം ഉപ്പള മാങ്ങ ഇത് മീനൊക്കെ ഉപ്പള അതിർത്തി. ഇതിപ്പുറത്ത് ഉള്ളാള് മംഗലാപുരത്തിൻ്റെ അടുത്ത്. ഉള്ളാൾ കടപ്പുറത്ത് പോയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പാറയും കുറേ വള്ളികളൊക്കെ നിൽക്കുന്നു, കുറേ മണലുണ്ട്. ഞാൻ പറഞ്ഞു, ഇതാണ് മരുഭൂമി നമുക്ക്. പക്ഷേ ഇത് മരുഭൂമി, ഇത് കടലല്ലേ, നമുക്ക് ഇപ്പാക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ മണൽ മുഴുവൻ വാരിക്കൊട്ടാൻ പറഞ്ഞു, കടൽ കാണാത്ത വിധത്തിൽ. അങ്ങനെ ആ പൊക്കത്തിൽ മണൽ കൂട്ടി. ഞങ്ങൾ 10 പേരെന്നെ എല്ലാം ചെയ്യാം. ഞങ്ങൾ തന്നെ മണ്ണ് വാരി കൂട്ടും, ഞങ്ങൾ തന്നെ കാറ് തുടയ്ക്കും, ഞങ്ങൾ തന്നെ എല്ലാം ചെയ്യും. വേറെ ആരും ഇല്ലല്ലോ, ഞങ്ങളല്ലോ. എന്നിട്ട് കുറച്ച് ഗ്രൗണ്ടിൽ ക്യാമറ വെച്ചു. നോക്കിയാൽ ബ്ലൂ സ്കൈയും ഈ മണലും മാത്രമേ ഉള്ളൂ, കടൽ കാണില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇവർ നടക്കുമ്പോൾ മരുഭൂമി കൂടെ ഇങ്ങനെ ഭയങ്കര അലഞ്ഞ് തിരിഞ്ഞ്
ഏതെങ്കിലും തുടർന്ന് പുറത്തായി പെട്ടിട്ട് അവർ നടക്കുന്ന പോലെ ഷോട്ട്സ് എടുക്കാൻ പറ്റി. പിന്നെ അപ്പോൾ അതിൽ ഭൂമി ഉണ്ടായപ്പോൾ ആദ്യമായിട്ട് ചെടികൾ ഭൂമിയിൽ ഉണ്ടായി, വെള്ളം ഉണ്ടായി, ഇതുണ്ടായി, പിന്നെ ചെടികൾ വളർന്നു എന്ന് പറയുമ്പോൾ ചെടികൾ വളരുന്നെടുക്കണം. എന്ത് ചെയ്യുക? അപ്പോൾ ഞാൻ പോയി പാറയിൽ നിറയെ വള്ളികൾ കാണുന്നു. കടലിൽ എപ്പോൾ കണ്ടില്ല, കടൽ തീരത്തൊക്കെ ഒരു വയലറ്റ് പൂക്കളുള്ള ഒരു വള്ളികൾ ഇവിടെ ഫോട്ടോ കൊച്ചിയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇഷ്ടം പോലെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഒരു പണി ചെയ്യാമെന്ന്. ആ പാറയുടെ അടുത്ത് ഒരു 6 അടിയിൽ ഒരു കുഴി കുഴിക്കാൻ പറഞ്ഞു. അസിസ്റ്റൻസ് സുഖവും വിജയനും അവരൊക്കെ തന്നെ കുഴിക്കുന്നു, വേറെ ആരുമില്ല കുഴിക്കാൻ. ഞങ്ങൾ തന്നെ കുഴിച്ചിട്ട് ഒരു പ്ലൈവുഡ് കൊണ്ടുവന്നിട്ട് അതിന് മുകളിൽ മറക്കാൻ പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറെ 2 പേരെ പിടിച്ചിരുത്തി. എന്നിട്ട് ഈ പ്ലൈവുഡിൽ 2, 3, 4, 5 ഓട്ട ഇട്ടു. എന്നിട്ട് അതിൽ കൂടെ വള്ളി ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് ഈ വള്ളി പാറയിൽ പിടിപ്പിച്ചു. അത് സമയമായിട്ട് എല്ലാം റെഡി ആയിട്ട് വെക്കും, അല്ലെങ്കിൽ വാടിപ്പോകും വള്ളി. കറക്റ്റായിട്ട് എല്ലാം ഓക്കെ, ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ട് ചെറുതായിട്ട് അവിടെയൊക്കെ ഒട്ടിച്ചു വെച്ചു വള്ളി. അപ്പോൾ പാറ നിൽക്കില്ല, അല്ലെങ്കിൽ ഒരു വീഴും. അത് ഒട്ടിച്ചു വെച്ചു. ഗമ്മ്, മേക്കപ്പിൻ്റെ ഗമ്മുണ്ടല്ലോ, അത് വെച്ചിട്ട് പാറയിൽ ഒട്ടിച്ചു വെച്ചിട്ട് ഞങ്ങൾ ക്യാമറ ഫിലിം ഫോർവേഡ് ചെയ്ത് വെച്ചു. ആദ്യം കുറച്ച് ഫിലിം എക്സ്പോസ് ചെയ്യാതെ ക്യാമറ കവർ ചെയ്തിട്ട്, എന്നിട്ട് അത് റിവേഴ്സ് ഓടിച്ചു. എന്നിട്ട് ഈ വള്ളി ഉള്ളിലേക്ക് വലിച്ചു. അപ്പോൾ എല്ലാ വള്ളിയും ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ച് ഫോർവേഡ് ഓടുമ്പോൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വള്ളികൾ പാറയെ കെട്ടിപ്പിടിക്കുന്നു. ഗ്രാഫിക്സ് അങ്ങനെ ടെക്നോളജി ബുദ്ധി ഉപയോഗിച്ച് ചെയ്ത് ഉണ്ടാക്കിയ പടമാണ്. അതിൻ്റെ റിസൾട്ടും ഉണ്ടായ പടം. അത് പറഞ്ഞ അതാണ്, അതൊരു നമ്മൾ സത്യത്തിൽ പുതിയ ജനറേഷൻ പഠിക്കേണ്ട മേക്കിംഗ് ആണത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്താണ് പടം. കാരണം ഈ പടം ഞങ്ങൾ അതിൻ്റെ ഏതൻസ് ഗാർഡൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ പാലസിൻ്റെ ഉള്ളിലാണ്. ബാംഗ്ലൂർ പാലസിൻ്റെ ഉള്ളിൽ പോയിട്ട്, കാരണം എല്ലാവിടെയും പോയിട്ട് കുറച്ച് മൃഗങ്ങളൊക്കെ വേണം. അപ്പോൾ അവിടെ കാട്ടിലൊക്കെ മൃഗങ്ങൾ കൊണ്ടുവരണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തലവേദന ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പാലസിനാകുമ്പോൾ അവർക്ക് പെർമിഷൻ വാങ്ങിച്ചാൽ അവർ കാശ് കൊടുത്താൽ മതി. പാലസിനുള്ളിൽ കുറച്ച് മരങ്ങളും കാടുകളും പോലെ ഉണ്ട്. നോക്കിയപ്പോൾ ഒരു നല്ലൊരു ലേക്ക് വേണം, മനോഹരമായിട്ടുള്ള തടാകം. അതിനെന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് എപ്പോഴും അതുവഴി മഴ പെയ്ത് ഒഴുകിയിട്ടുള്ള ഒരു താര കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വളഞ്ഞൊഴുകുന്നു. ഞാൻ വളഞ്ഞൊഴുകുന്നതിൻ്റെ അപ്പുറത്ത് പോയി നോക്കാൻ പറഞ്ഞു. കുഴപ്പമില്ല. അവിടെ മണ്ണിട്ട് കെട്ടാൻ പറഞ്ഞു, ബണ്ടിട്ട് അടയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ബണ്ടിട്ട് അടയ്ക്കാൻ പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാൻ പറഞ്ഞപ്പോൾ അത് നിൽക്കില്ല പറഞ്ഞു. ഇന്ന് 10 ലോറി ഒഴിക്കുക പറഞ്ഞു. അന്ന് ഒരു ലോറിക്ക് അന്ന് 350 രൂപ. അപ്പോൾ 10 ലോറി കൊണ്ടുവന്ന് ഒഴിച്ചു. രാവിലെ വരുമ്പോഴേക്കും പിറ്റേ രാവിലെ നോക്കുമ്പോൾ 5 ലോറിയെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇനിയും 10 ലോറി ഒഴിക്കാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു 8 ലോറി വെള്ളം നിൽക്കുന്നുണ്ട്. 2 ലോറിയെ കുറഞ്ഞിട്ടുള്ളൂ. ഭൂമി ഒരു ലിമിറ്റിൽ കൂടുതൽ വലിച്ചെടുക്കില്ലല്ലോ. പിന്നെ അത് അവിടെ കുളം പോലെ തടാകം പോലെ നിന്നു. ഒരു 10-20 ലോറി വെള്ളം ഒഴിച്ചപ്പോഴേക്കും നിന്ന് കഴിഞ്ഞപ്പോൾ തോന്നി ആ വെള്ളത്തിനൊരു ഭംഗി പോരാ. ഒരു 10-20 കിലോ റോബിൻ ബ്ലൂ നീലം വാങ്ങിട്ട് വരാൻ പറഞ്ഞു. നീലം വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് കലക്കി കൊടുത്തു. അങ്ങനെ നീല ജലാശയമായി മാറി. അത് മാറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത അവിടെ നിന്ന് കുളത്ത് പോയി കുറേ താമര കൊണ്ടുവന്നിട്ടു. പിന്നെ അതുകൂടാതെ അവിടെ ബാംഗ്ലൂർ മാർക്കറ്റിൽ പക്ഷികളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അവിടെ പോയി 4-5 അരയന്നത്തിനെ വാങ്ങിക്കൊണ്ടു. അതിനെ കൊണ്ടുവന്ന് തടാകത്തിൽ വിട്ടു. മനോഹരമായ തടാകം. എന്നിട്ട് രാവിലെ 5 മണിക്ക് വരും. ഏർലി മോർണിംഗ് ലൈറ്റ് വരുമ്പോൾ ആ സൂര്യപ്രകാശം അതിന് വേണ്ടിയിട്ടൊരു ഗ്ലിറ്ററിയും വരും. അതിനുവേണ്ടി കാത്തിരിക്കും. ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്ത് ഏർലി മോർണിംഗും ഈവനിങ്സിലുമാണ്. അതുപോലെ നൈറ്റ് എഫക്ട് സീൻസ് എടുക്കാനുണ്ട്. നമ്മൾ ലൈറ്റൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യും വെച്ചാൽ ടോപ്പ് ആംഗിളിൽ ലൈറ്റ് വരാൻ വേണ്ടി കാത്തിരിക്കും. ടോപ്പ് ആംഗിൾ വന്നു കഴിയുമ്പോൾ മരത്തിൻ്റെ ഷാഡോസ് കിട്ടും. അപ്പോൾ മരത്തിൻ്റെ ഷാഡോസിൽ ഇവരിയ്ക്കുന്നൊക്കെ വെച്ചിട്ട് മുകളിൽ നിടുമ്പോൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ആ നായലുകളുടെ ഇടയിലാണ്. അപ്പോൾ രാത്രിയുടെ എഫക്റ്റ് വരും. അതിനൊരു ബ്ലൂ ഫിൽറ്ററും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ മനോഹരമായ രാത്രിയാവും. അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് ടെക്നോളജി കറക്റ്റായിട്ട് ഉപയോഗിച്ചെടുത്താണ്. അങ്ങനെയാണ് ഞാൻ ക്യാമറമാനായിട്ട് കുറേ പടം ആക്കിയത്. സാറ് ശരിക്കും പറഞ്ഞാൽ ഡയറക്ടർ, ക്യാമറമാൻ, ഡിസ്ട്രിബ്യൂട്ടർ, എഡിറ്റർ, എല്ലാ മേഖലയിലും അല്ലേ? അങ്ങനെയായിരുന്നു റിയൽ മേക്കിംഗ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോഴും ഞാൻ സിനിമ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഗ്രാഫിക്സ് ഇല്ലാതെ എങ്ങനെ സിനിമ എടുക്കാം, ഗ്രാഫിക്സിന് വേണ്ടി കാശിലാക്കാൻ കാശുണ്ടാവരുത് പ്രൊഡ്യൂസർ എടുത്ത്. കാശുണ്ടാവില്ല. എൻ്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ പാവങ്ങളാണ്. അപ്പം അങ്ങനെ ചെയ്ത് പഠിച്ച് ഇപ്പോഴും അതുകൊണ്ട് അങ്ങനെ ശീലിച്ചു പോയിട്ടുണ്ട്. ഇപ്പോഴും കാശ് ചിലവാക്കാൻ തോന്നാറില്ല. ശരിക്കും പറഞ്ഞാൽ ആദ്യം ശരിക്കും സിനിമ പഠിക്കാൻ വരുന്നവർക്ക് വലിയൊരു പാഠപുസ്തകമാണ്. വലിയൊരു പടം. അതിന്റെ ഷൂട്ടിംഗ് മെത്തേഡും അല്ലെങ്കിൽ ഷൂട്ടിംഗ് അതൊന്നും മേക്കിംഗ് കണ്ടുപഠിക്കണ്ട. അന്ന് മേക്കിങ്ങിൽ നമ്മുടെ വീഡിയോ ഒന്നും ഇല്ല. ഫിലിമിലെടുക്കാൻ നിവൃത്തിയില്ല, കോസ്റ്റ് താങ്ങില്ല. അതുകൊണ്ട് എടുത്തില്ല. അല്ലെങ്കിൽ നഷ്ടമായി പോയി. ഈ സിനിമ എത്ര ബഡ്ജറ്റ് തീർത്തു സാറ്? അത് ഞങ്ങൾ ഒരു 12 ലക്ഷം രൂപ തീർത്തു. 2.25 കോടി രൂപയ്ക്ക് വിറ്റു. 2.25 കോടിക്ക് വിറ്റു.
മീൻസ് സാറ് ഇതങ്ങനെ വിറ്റതാണോ അതെയോ ഈ പടം ഓടി കളക്ട് ചെയ്ത പൈസയാണോ സാർ? അല്ല, ഞങ്ങൾ വിൽക്കുകയാണ് ചെയ്തത്, നമ്മൾ ഓടി കളക്ട് ചെയ്യാൻ നിന്നില്ല. 2.25 കോടി അന്ന് വിറ്റു സാറ്. അതെന്ത് ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു പറഞ്ഞാൽ ഈ സിനിമയിൽ ആകെ ആദവും ഹവയും 3 സീനിലെ ഡയലോഗ് പറയുന്നുള്ളൂ, സംഭാഷണമുള്ളൂ. ബാക്കി മുഴുവൻ പ്രകൃതി. അതാണ് പറഞ്ഞത്, ഒരു ഡയലോഗ് ഇല്ലാതെ ഒരു സിനിമ 2.5 മണിക്കൂർ ഓടിക്കുകയാണ് ഞാൻ. അപ്പോൾ 3 ഡയലോഗ് പറയുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, ആ 3 ഡയലോഗ് മാത്രം ഞാൻ എല്ലാ ഭാഷയിലും ഷൂട്ട് ചെയ്തു. എന്നിട്ട് അന്നത്തെ കാലത്ത് സ്റ്റേറ്റ് ലാംഗ്വേജ് പറഞ്ഞിട്ട് ആ 6 ഭാഷയും സെൻസർ ചെയ്തു. സ്ട്രേറ്റ് പിക്ചറായിട്ടാണ് എല്ലാ തിയേറ്ററിലും റിലീസ് ചെയ്തത്. എല്ലാ ഭാഷകളിലും അത് അങ്ങനെ അതേപോലെ 100, 200, 300 തിയേറ്ററിൽ എല്ലാ ഭാഷയിലും റിലീസായി. അതും റെക്കോർഡാണ്. അങ്ങനെ എല്ലാ പടവും അങ്ങനെ ഉണ്ടാവാറില്ല. 6 ഭാഷയിൽ ആരും ഷൂട്ട് ചെയ്യാറില്ല. 6 ഭാഷയിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഈ പടം ശരിക്കും എത്ര കളക്ട് ചെയ്തിട്ടുണ്ടാവും ഇതുവരെ? ഞാൻ പറഞ്ഞ ഒരു ഉണ്ടാവും, ഒരു 10 കോടിയുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ടാവും. ഉണ്ടല്ലേ? അതും ഒരു വലിയ അത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ അതിനൊരു പ്രിന്റ് പോലും ഇല്ല. അന്ന് ഇതൊരു ഡ്യൂപ്പ് നെഗറ്റീവ് എടുത്ത് വെച്ചു. ആ ഡ്യൂപ്പ് നെഗറ്റീവൊന്നും പ്രിന്റ് എടുത്ത് കൊടുത്ത് അതിന് തേഞ്ഞു പോയിട്ട് ഇപ്പോൾ എടുക്കാൻ ഒരു പ്രിന്റ് പോലും ഇല്ല. അതിൻ്റെ അവസ്ഥ കണ്ടാൽ യൂട്യൂബിൽ എവിടെയൊക്കെ പടം കിടക്കുന്നുണ്ട് നല്ലത്. ഒറിജിനൽ പിക്ചർ. അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം, ആ പടം നീ പറഞ്ഞ പോലെ നമ്മൾ കൊടുത്തപ്പോൾ ബൈബിൾ ആയതുകൊണ്ട് നാളെ പ്രശ്നങ്ങൾ വരരുതല്ലോ, കോൺട്രവേഴ്സി ഉണ്ടായതുകൊണ്ട് 5 പള്ളിയിലച്ചന്മാരാണ് സെൻസർ ചെയ്യാൻ വന്നത്. സെൻസർ ബോർഡിൽ അവരുണ്ടായിരുന്നു. അവർ കണ്ടിട്ടില്ലെങ്കിൽ നാളെ പ്രശ്നമാണ്. അതുകൊണ്ട് അവർ വന്ന് കണ്ടിട്ട് എഡ്യൂക്കേഷണൽ മൂവി സർട്ടിഫൈ ചെയ്തിട്ട് ഇറങ്ങിപ്പോയി. ഇത് പറഞ്ഞില്ല, അല്ല, നല്ല പടം എന്നാ പറഞ്ഞവര്. അവരെന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. വെരി ഗുഡ്, മനോഹരമായി ചെയ്തിരിക്കണു, അതുകൊണ്ട് അപ്രീഷിയേറ്റ് പോയി. അപ്പൊ പുറത്ത് വന്നപ്പോ എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പ്രശ്നമായി. ഇത് യു സർട്ടിഫിക്കറ്റും എഡ്യൂക്കേഷണൽ മൂവി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ വിറ്റ് കാശാക്കുന്നത്. ചന്ദ്രനെ വിശ്വസിച്ച് ഞങ്ങൾ 12 ലക്ഷം രൂപ ഇറക്കാൻ ചെയ്തു. എഡ്യൂക്കേഷണൽ മൂവി എന്ന് പറഞ്ഞിട്ട് ആരും കാണുമെന്നല്ലേ? ആര് കാണുന്നത് എഡ്യൂക്കേഷൻ മൂവി പറഞ്ഞ? അപ്പൊ പിന്നെ അവരെന്ത്, ആദ്യ ഭാവത്തിന്റെ ഇംഗ്ലീഷിലെത്തി വലുതാക്കിയിട്ടിട്ട് അത് കൊണ്ടിട്ട് പോസ്റ്ററും കുറച്ച് ഡിസൈൻ ചെയ്ത് പോയിട്ട് സെൻസർ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. രണ്ടാമത് അപ്പൊ എനിക്ക് യു കിട്ടിയിട്ട് ആക്കി മാറ്റിയ ആളാണ് ആദ്യത്തെ ഡയറക്ടർ. അതാണ് എന്റെ ആദ്യത്തെ പാപം, ഞാൻ ചെയ്ത ആദ്യത്തെ പാപം. അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ പ്രശ്നമൊന്നും. ഒരു ചോദ്യം കൂടെ ഞാനത് ചോദിച്ചോട്ടെ. സാറിന്റെ കുടുംബം, സാറിന്റെ എനിക്ക് കുടുംബം പറഞ്ഞാൽ, ഞാൻ 14 വയസ്സിൽ മദ്രാസിലെത്തി. അന്ന് കണ്ട് മുട്ടിയ പെൺകുട്ടി 9 വയസ്സുള്ള കുട്ടി. അതുപോലെ 16 വർഷത്തിന് ശേഷം കെട്ടി. 14 വയസ്സുള്ള സാർ 6 വയസ്സ് വെച്ച്, അല്ല, 9 വയസ്സുള്ള പെൺകുട്ടിയെ കണ്ടുമുട്ടി. 16 വർഷത്തിന് ശേഷം അവളെ തന്നെ കെട്ടി. 16 കൊല്ലം പ്രേമിച്ചു ഞങ്ങൾ. അവൾ 9 വയസ്സിൽ നിന്ന് പോയി, അവൾ പഠിച്ച് അവിടെ ചെന്നൈയിൽ നിന്ന് 2 അക്ഷരം വ്യത്യാസമുള്ളൂ, നായിഡു. തെലുങ്ക്. അത് വളരെ ചുരുക്കി പറഞ്ഞു. അവള് മെഡിസിൻ ഒക്കെ കഴിഞ്ഞ് അവള് കാർഡിയോളജിയിലാണ്, കാർഡിയാക് സർജൻ. ഭയങ്കര സന്തോഷം സാർ വന്നതിലും. താങ്ക് യു, വളരെ സന്തോഷം. താങ്ക് യു.